ഓക്കെ, നമുക്ക് ക്വസ്റ്റ്യൻ നമ്പർ 46 നോക്കാം. ഇവിടെ പറയുന്നത് കൺസിഡർ ദ ഫോളോയിങ് മെറ്റീരിയൽസ്: അഗ്രികൾച്ചർ റെസിഡ്യൂസ്, കോൺ ഗ്രെയിൻ, വേസ്റ്റ് വാട്ടർ ട്രീറ്റ്മെന്റ് സ്ലഡ്ജ്, വുഡ് മിൽ വേസ്റ്റ്. ഹൗ മെനി ഓഫ് ദി അബവ് ക്യാൻ ബി യൂസ്ഡ് എസ് എ ഫീഡ് സ്റ്റോക്ക് എന്നാണ് പറയുന്നത്. സസ്റ്റൈനബിൾ ഏവിയേഷൻ ഫ്യൂവൽ. സസ്റ്റൈനബിൾ എന്ന വാക്കിന്റെ അർത്ഥം നമുക്കറിയാം, എൻവയൺമെന്റിനെ ഹാം ചെയ്യാത്ത രീതിയിൽ റിസോഴ്സസ് ഉപയോഗിക്കുക. സോ ഇതിൽ ഏതൊക്കെയാണ് ഏവിയേഷൻ ഫ്യൂവൽ ആയിട്ട് ഉപയോഗിക്കാൻ പറ്റുന്നത്? ഇവിടെ ഓപ്ഷൻസ് തന്നെ കാണാം, 1, 2, 3, 4 ഉണ്ട്. അപ്പോൾ നമുക്ക് ഇങ്ങനെ ചിന്തിക്കാം. സി, ഫോർ എക്സാമ്പിൾ ഞാൻ ഇവിടെ ഡി പിക്ക് ചെയ്യുകയാണ്. ഫോർ എക്സാമ്പിൾ 1 ഉണ്ട്, 3 ഉണ്ട്, 4 ഉണ്ട്. ഐ എം സെയിങ് ദാറ്റ് കോൺ ഗ്രെയിൻസ് ആർ നോട്ട് ദെയർ. ഞാൻ എന്തിന്റെ അടിസ്ഥാനത്തിലാണ് കോൺ ഗ്രെയിൻസ് ഇല്ല എന്ന് പറയുന്നത്? ഓർ ഐ എം പിക്കിംഗ് 1 and 2. ഐ എം സെയിങ് ദാറ്റ് ദീസ് 3 and 4 ഇസ് നോട്ട് ദെയർ. അല്ലെങ്കിൽ ഞാൻ 3ഉം 4ഉം പിക്ക് ചെയ്യുന്നു. ഐ എം സെയിങ് ദാറ്റ് 1 and 2 ഇസ് നോട്ട് ദെയർ. സോ ഐ ഡോണ്ട് ഹാവ് എ വാലിഡ് റീസൺ ടു സേ ദാറ്റ് ദീസ് ഒന്നിനെ മാറ്റി സെപ്പറേറ്റ് ചെയ്ത് ഇതാണ് ആൻസർ എന്ന് പറയാനുള്ള ഒരു വാലിഡ് റീസൺ ഇല്ല. സോ സസ്റ്റൈനബിൾ ആണ്, ഫീഡ് സ്റ്റോക്ക് ആയിട്ട് ഉപയോഗിക്കാം. അപ്പൊ ഇതിലെ എല്ലാം നാലും എന്താ പറയുന്നത്, വളരെ ഫ്യൂച്ചറിസ്റ്റിക് ആയിട്ട് ചിന്തിക്കുമ്പോൾ നമുക്ക് ഏവിയേഷൻ ഫ്യൂൽ ആയിട്ട് ഉപയോഗിക്കാൻ പറ്റുന്ന കാര്യങ്ങൾ തന്നെയാണ്. അപ്പൊ നമ്മൾ അങ്ങനെ ഒരു രീതിയിൽ ചിന്തിക്കുകയാണെങ്കിൽ വളരെ മോസ്റ്റ് ഓഫ് ദി ടൈം ഗോ ഫോർ ഓപ്ഷൻ സി, അതായത് 1, 2, 3, 4 എന്നുള്ള ആൻസറിലേക്ക് എപ്പോഴും നമ്മൾ അറൈവ് ചെയ്യുക. നമ്മൾ നേരത്തെ ഇതുപോലത്തെ ക്വസ്റ്റ്യൻസ് കണ്ടിട്ടുണ്ട്. ഓക്കെ, നമുക്ക് ക്വസ്റ്റ്യൻ നമ്പർ 49 ഒന്ന് നോക്കാം. ഇത് ഒരു എക്കണോമിക്സ് കൺസെപ്റ്റ് ബേസ്ഡ് ക്വസ്റ്റ്യൻ ആണ്, കറണ്ട് അഫയേഴ്സ് ബേസ്ഡ് ക്വസ്റ്റ്യൻ ആണ്. സോ ഇത് ഞാൻ പിക്ക് ചെയ്യാൻ കാരണം ഇവിടെ പൊതുവെ എല്ലാവരും ഒരു മിസ്റ്റേക്ക് ഉണ്ടാക്കുന്നതാണ്. സോ നമുക്ക് അതിലേക്ക് നോക്കാം. ഇവിടെ പറയുന്നത് റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യ വെച്ച് നോക്കുമ്പോൾ ഫോറിൻ ബാങ്ക്സിനെ ട്രീറ്റ് ചെയ്യുന്ന കുറച്ച് സ്റ്റേറ്റ്മെന്റ്സ് തന്നിട്ടുണ്ട്. അതായത് ഫോറിൻ ബാങ്ക്സ് ഓപ്പറേറ്റിംഗ് ഇൻ ഇന്ത്യന് റിസർവ് ബാങ്ക് എങ്ങനെയാണ്, എന്തൊക്കെ റൂൾസ് ആണ് ഇമ്പോസ് ചെയ്യുന്നത്. So first statement says there is no minimum capital requirement for wholly owned banking subsidiaries in India. Okay. For wholly owned banking subsidiaries in India, at least 50% of the board members should be Indian nationals. Okay. So ഇതിന്റെ ഒരു കോണ്ടെക്സ്റ്റ് ചിന്തിക്കാം. നമുക്കിത് അറിയില്ല എന്ന് വിചാരിക്കാം. ഒരു ഫോറിൻ ബാങ്ക് ഇന്ത്യയിൽ ഓപ്പറേറ്റ് ചെയ്യുമ്പോൾ അതിൽ പലതരം റെസ്ട്രിക്ഷൻസ് ഉണ്ടാവും. അതായത് വിദേശ ബാങ്കുകൾ ഇന്ത്യയിൽ ഓപ്പറേറ്റ് ചെയ്യുമ്പോൾ നമ്മൾ ഫ്രീലി ഓപ്പറേറ്റ് ചെയ്യാൻ അനുവദിക്കില്ല. സോ ഫസ്റ്റ് സ്റ്റേറ്റ്മെന്റ് പറയുന്നത് ഒന്ന് ആലോചിക്കുക, നോ മിനിമൽ ക്യാപിറ്റൽ റിക്വയർമെന്റ് എന്നാണ്. അതിന്റെ അർത്ഥം ഒരു ഫോറിൻ ബാങ്ക് ഇന്ത്യയിൽ ഓപ്പറേറ്റ് ചെയ്യണമെങ്കിൽ അവർക്ക് അത് സ്ഥാപിക്കാനും ഓപ്പറേഷൻസ് നടത്താനും ഒരു ബേസ് മണി ആവശ്യമില്ല എന്നാണ് പറയുന്നത്. അങ്ങനത്തെ ഒരു റൂള് ഒരു ഫോറിൻ ബാങ്കിന്റെ മേൽ RBI ഇമ്പോസ് ചെയ്യാതെ ഇരിക്കുമോ? നിങ്ങൾക്ക് അങ്ങനെ തോന്നുന്നുണ്ടോ ലോജിക്കായിട്ട്? ഓക്കെ, ഫോർ എക്സാമ്പിൾ നിങ്ങൾ അത് ഹോൾഡ് ചെയ്യുക, ഡൗട്ടായിട്ട് വെക്കുക. സെക്കൻഡ് സ്റ്റേറ്റ്മെന്റ് പറയുന്നത് wholly owned banking subsidiaries in India, 50% of the board members should be Indian nationals. ഇപ്പൊ പൊതുവെ സ്റ്റുഡൻസ് എന്താ ചെയ്യുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവര് 50% കാണുമ്പോൾ തന്നെ ഡാറ്റ ഫാക്ട് എന്ന് കണ്ടിട്ട് അത് തെറ്റിക്കും. പക്ഷെ നിങ്ങൾ ആ സ്റ്റേറ്റ്മെന്റ് ശരിക്കും ഒന്ന് വായിച്ചു നോക്കുക. അതായത് ഫോറിൻ ബാങ്ക്സിന്റെ സബ്സിഡറീസ് ഇന്ത്യയിൽ പ്രവർത്തിക്കുമ്പോൾ അതിലെ ബോർഡ് മെമ്പേഴ്സിൽ അറ്റ്ലീസ്റ്റ് 50%, അറ്റ്ലീസ്റ്റ് എന്നാണ് പറയുന്നത്. അതാണ് ഇവിടുത്തെ കീവേഡ്. അറ്റ്ലീസ്റ്റ് എന്ന് പറയുമ്പോൾ മിനിമം 50%. അപ്പൊ നമ്മൾ ചിന്തിക്കുക, മിനിമം 50% ആവോ? അത് എന്തുകൊണ്ട് അവർ തെറ്റിക്കണം? മിനിമം 25% ഇട്ട് കഴിഞ്ഞാൽ എന്താണ് കാര്യം? മിനിമം 40% ഇട്ട് കഴിഞ്ഞാൽ എന്തുകൊണ്ടാണ് നേട്ടം? അങ്ങനത്തെ ചെറിയ മൈന്യൂട്ട് കറക്ഷൻസ് അല്ലെങ്കിൽ തെറ്റിക്കുന്ന രീതികൾ UPSC ഇടാറില്ല പൊതുവെ. അപ്പൊ നിങ്ങൾ ലോജിക്കലി ചിന്തിക്കുക, അറ്റ്ലീസ്റ്റ് 50% എന്ന് പറയുമ്പോൾ അത് വളരെ ലോജിക്കലായിട്ട് തോന്നുന്നു. അറ്റ്ലീസ്റ്റ് ഹാഫ് അല്ലെ, മാക്സിമം എന്നല്ല പറയുന്നത്, മിനിമത്തിന്റെ കാര്യമാണ് ഇവിടെ പറയുന്നത്. സോ ഈ ഡാറ്റ ഫാക്ട് എനിക്ക് വളരെ ലോജിക്കലായിട്ട് തോന്നി. അപ്പൊ കണ്ണടച്ച് നമ്മൾ ഡാറ്റ ഫാക്ട് കണ്ടു ഒരു തെറ്റാന്ന് എടുക്കരുത്. നമ്മൾ സ്റ്റേറ്റ്മെന്റ് വായിച്ചിട്ട് ലോജിക്കലി ചിന്തിക്കുക. ഓക്കെ, ഇറ്റ് സൗണ്ട്സ് ഗുഡ്. അപ്പോൾ സെക്കൻഡ് സ്റ്റേറ്റ്മെന്റ് ശരിയായിട്ട് എനിക്ക് തോന്നി. പിന്നെ ഞാൻ പറഞ്ഞ അതേ ലോജിക്ക്, നോ മിനിമൽ ക്യാപിറ്റൽ റിക്വയർമെന്റ് ആണെങ്കിൽ ഫ്രീലി ഇവിടെ പ്രവർത്തിക്കാനും എന്ത് രീതിയിലും അവർക്ക് പ്രവർത്തനം ഇവിടെ ചെയ്യാൻ അവര് അനുവദിക്കുമോ എന്ന് നമ്മൾ ആലോചിക്കുക. റിസർവ് ബാങ്ക് അനുവദിക്കുമോ? ദാറ്റ് ഇസ് നോട്ട് പോസിബിൾ. അപ്പൊ പല ബാങ്കുകളും പൂട്ടിപ്പോകും അല്ലെ. സോ ദാറ്റ് ഇസ് നോട്ട് പോസിബിൾ. സോ ഫസ്റ്റ് സ്റ്റേറ്റ്മെന്റ് എനിക്ക് തെറ്റായിട്ട് തോന്നുന്നു, സെക്കൻഡ് സ്റ്റേറ്റ്മെന്റ് എനിക്ക് ശരിയായിട്ട് തോന്നുന്നു. സോ ഐ ഗോ ഫോർ ബി. അപ്പൊ നമ്മൾ സ്റ്റേറ്റ്മെന്റ്സ് വായിച്ചിട്ട് നമ്മുടെ ഒരു ബേസിക് ലോജിക് വെച്ചിട്ടും ഒരു കോമൺ സെൻസ് വെച്ചിട്ടും നമുക്ക് എന്താണ് ശരിയെന്ന് തോന്നുന്നത് അതിൽ എപ്പോഴും നമ്മൾ ട്രസ്റ്റ് ചെയ്യുക, ആ ഗട്ട് ഇൻസ്ട്രക്ഷനെ ഫോളോ ചെയ്യുക. ഓക്കെ, അതുപോലെ തന്നെ നമുക്ക് ക്വസ്റ്റ്യൻ നമ്പർ 50 നോക്കാം. ഇത് കുറച്ച് എന്താ പറയുന്നേ, ലോജിക്കലി നിങ്ങൾക്ക് ഇതിലേക്ക് റിലേറ്റ് ചെയ്യാൻ പറ്റുമെന്ന് എനിക്കൊരു കൺഫ്യൂഷൻ ഉണ്ട്. പക്ഷെ എന്നാലും ഞാൻ ട്രൈ ചെയ്യാം. ഇവിടെ നോക്കുക, കോർപ്പറേറ്റ് സോഷ്യൽ റെസ്പോൺസിബിലിറ്റി എന്ന് പറയും. സോഷ്യൽ റെസ്പോൺസിബിലിറ്റി അതിന്റെ അർത്ഥം എന്താണ്? സമൂഹത്തിനോടുള്ള ഉത്തരവാദിത്തം അല്ലെ. സോ ഫസ്റ്റ് സ്റ്റേറ്റ്മെന്റ് പറയുന്നത് ഈ CSR റൂൾസ്
specify that expenditures which benefit the company directly or its employees will not be considered as CSR activities. CSR rules do not specify minimum spending on CSR activities. അപ്പൊ ഇങ്ങനെ ചിന്തിക്കാം, എക്സ്പെൻഡിച്ചേഴ്സ് ദാറ്റ് ബെനിഫിറ്റ് ദ കമ്പനി ഡയറക്ട്ലി, അതായത് കമ്പനി മാറ്റിയിട്ട് ഞാൻ വ്യക്തി എന്ന രീതിയിൽ എന്നെ തന്നെ ആലോചിക്കും. ഞാൻ പൈസ ചെലവാക്കി എനിക്ക് വേണ്ടി എന്നെ ബെനിഫിറ്റ് ചെയ്യാൻ വേണ്ടി സാധനങ്ങൾ വാങ്ങിക്കുന്നു. ഫോർ എക്സാമ്പിൾ ഞാൻ ഒരു ഫോൺ വാങ്ങിക്കുന്നു, അല്ലെങ്കിൽ ഒരു കാർ വാങ്ങിക്കുന്നു, അല്ലെങ്കിൽ എംപ്ലോയീസ് അതായത് എന്റെ സഹോദരങ്ങൾക്കോ റിലേറ്റീവ്സിനോ എന്തെങ്കിലും വാങ്ങിക്കുന്നു. അപ്പൊ അത് ഞാൻ സമൂഹത്തിനോടുള്ള ഉത്തരവാദിത്വത്തിന് വേണ്ടിയുള്ള സംഭവങ്ങളായിട്ട് കണക്കാക്കില്ല. അതായത് ഞാൻ എനിക്ക് ബെനിഫിറ്റ് ചെയ്യുന്ന ഒരു സാധനം വാങ്ങിക്കുവാണെങ്കിൽ അത് പൊതുവെ സമൂഹത്തിന് എങ്ങനെയാണ് അത് ബെനിഫിറ്റ് ആവുന്നത്? ഇല്ല, അത് ഇന്നെ മാത്രമാണ് ബെനിഫിറ്റ് ചെയ്യുന്നത്. അപ്പൊ CSR റൂൾസ് പറയുന്നത് ആ തരം എക്സ്പെൻഡിച്ചേഴ്സ് ഒരു കമ്പനിക്ക് ബെനിഫിറ്റ് ഡയറക്ട്ലി ബെനിഫിറ്റ് കിട്ടുവാണെങ്കിൽ അത് CSR അല്ല. ഓക്കെ, അത് ലോജിക്കലി ശരിയായിട്ട് എനിക്ക് തോന്നുന്നു. അതിലൊരു മാനിപ്പുലേഷൻ നടന്ന പോലെ തോന്നുന്നില്ല. കാരണം എന്തുകൊണ്ടാ? ഇവിടെ ഡയറക്ട്ലി എന്നുള്ള വർക്ക് ഉപയോഗിച്ചിട്ടുണ്ട്. അപ്പൊ ഇൻഡയറക്ട്ലി എന്നുള്ള ഒരു അർത്ഥവും കൂടെ അതിനുണ്ട്. അപ്പൊ ഇൻഡയറക്ട്ലി സ്പെൻഡ് ചെയ്ത് കഴിഞ്ഞാൽ ചിലപ്പോൾ അത് CSR ആവാം. ഒരു മറുവശം കൂടെ ഉണ്ട്. അപ്പൊ അവിടെ എന്തൊക്കെയോ ഒരു രണ്ട് സൈഡ് ഉണ്ടെന്ന് എനിക്ക് അവിടെ മനസ്സിലായി. പക്ഷെ എനിക്ക് ഉറപ്പില്ല, ഞാൻ ഡൗട്ട് ആയിട്ട് വയ്ക്കും കേട്ടോ. സെക്കൻഡ് സ്റ്റേറ്റ്മെന്റിൽ പറയുന്നത് CSR റൂൾസ് ഡു നോട്ട് സ്പെസിഫൈ മിനിമം സ്പെൻഡിങ് ഓൺ CSR ആക്ടിവിറ്റീസ്. അതായത് സമൂഹത്തിനോടുള്ള റെസ്പോൺസിബിലിറ്റി. അപ്പൊ ഏതൊരു സംഭവം, ഏതൊരു കമ്പനിയോ എന്തെങ്കിലും ഒരു ഓർഗനൈസേഷനോ ഇന്ത്യയിൽ എസ്റ്റാബ്ലിഷ് ചെയ്താലോ, ഒരു വ്യക്തിയാണെങ്കിൽ നമ്മൾ ചിന്തിക്കുക ചാരിറ്റി വർക്കോ എന്തെങ്കിലും രീതിയിൽ നമ്മൾ സമൂഹത്തിന് വേണ്ടി എന്തെങ്കിലും ചെയ്യണം. ഇപ്പൊ നമ്മൾ തന്നെ നമുക്കൊരു ഇൻകം കിട്ടിക്കഴിഞ്ഞാൽ നമ്മുടെ എക്സ്പെൻഡിച്ചർ ഒക്കെ മാറ്റി വെച്ചിട്ട് നമ്മൾ ഇച്ചിരി ശതമാനം എപ്പോഴും നമ്മൾ റിലീജിയന് കൊടുക്കാം, അല്ലെങ്കിൽ സൊസൈറ്റിക്ക് കൊടുക്കാം, അല്ലെ, നമ്മൾ മാറ്റി വെക്കാറുണ്ട്. അപ്പൊ അതിനൊരു ലിമിറ്റ് ഉണ്ട്, ഒരു കണക്കുണ്ടാവും. അപ്പൊ നമ്മൾ ചിന്തിക്കുക ഇത്രയും വലിയ CSR റൂൾസ് എന്ന് പറയുമ്പോൾ എന്തായിരിക്കും? കമ്പനീസിന് വേണ്ടിയിട്ടുള്ള റൂൾസ് ആണ്, അല്ലെ? കമ്പനീസ് എന്ന് പറയുമ്പോൾ കമ്പനീസ് ആക്ട് ഒക്കെ വരും, അല്ലെ? കമ്പനീസ് ആക്ട് 2013 ഒക്കെ എടുക്കുക. അപ്പോൾ അങ്ങനത്തെ അത്രയും വലിയ റൂൾസ് ഒക്കെ എസ്റ്റാബ്ലിഷ് ചെയ്യുമ്പോൾ ഒരു മിനിമം സ്പെൻഡിങ് ഉണ്ടാവില്ല എന്ന് പറയാൻ നമുക്ക് വിശ്വസിക്കാൻ പറ്റില്ല. ഒരു മിനിമം സ്പെൻഡിങ് എപ്പോഴും ഉണ്ടാവും, മാക്സിമം ഉണ്ടാവില്ല, മിനിമം എപ്പോഴും ഉണ്ടാവും. ഇത്ര ശതമാനം മാറ്റി വെക്കണം എന്ന് പറയാൻ. അപ്പൊ സെക്കൻഡ് സ്റ്റേറ്റ്മെന്റ് തെറ്റാണെന്ന് ഞാൻ വിശ്വസിക്കുന്നു. ഫസ്റ്റ് സ്റ്റേറ്റ്മെന്റ് എനിക്ക് ലോജിക്കലി ശരിയാണെന്നു എനിക്ക് തോന്നുന്നു, ബിക്കോസ് ഐ ഡോണ്ട് ഹാവ് എ സ്പെസിഫിക് റീസൺ ടു ഗോ അഗേൻസ്റ്റ് ഇറ്റ്, സോ ഐ വിൽ ഗോ ഫോർ എ. ഡു യു അണ്ടർസ്റ്റാൻഡ്? അപ്പൊ ഇത് കൃത്യമായിട്ട് അറിയണ്ട, ബേസിക് ലോജിക് ഒന്ന് അപ്ലൈ ചെയ്യാൻ ശ്രമിക്കുക. ഐ ഹോപ്പ് യു അണ്ടർസ്റ്റാൻഡ്. ഓക്കെ, നമുക്ക് ക്വസ്റ്റ്യൻ നമ്പർ 52 നോക്കാം. ഇത് സ്റ്റേറ്റ്മെന്റ് ബേസ്ഡ് ക്വസ്റ്റ്യൻസ് ആണ്. ഇവിടെ പറയുന്നത് സിൻഡിക്കേറ്റഡ് ലെൻഡിങ്ങിനെ കുറിച്ചാണ് പറയുന്നത്. സ്പ്രെഡ്സ് ദ റിസ്ക് ഓഫ് ബോറോ ഡിഫോൾട്ട് അക്രോസ് മൾട്ടിപ്പിൾ ലെൻഡേഴ്സ്. സിൻഡിക്കേറ്റഡ് ലോൺ ക്യാൻ ബി എ ഫിക്സഡ് amount അല്ലെങ്കിൽ ലംപ് ഓഫ് സം ഓഫ് ഫണ്ട്സ് ബട്ട് കനോട്ട് ബി എ ക്രെഡിറ്റ് ലൈൻ. ഓക്കെ, ഫൈൻ. എനിക്ക് ഇത് നോളജ് പരമായിട്ട് അറിയില്ല, നമ്മൾ നോക്കുക. അങ്ങനെയാണെങ്കിൽ ഞാനിത് ലോജിക് പരമായിട്ട് എങ്ങനെ നമുക്ക് ചെയ്യാം. അപ്പൊ ആദ്യം നമുക്ക് അറിയേണ്ടത് എന്താണ്? ഇവിടെ സിൻഡിക്കേറ്റഡ് എന്ന വാക്കിന്റെ അർത്ഥമാണ്. സിൻഡിക്കേറ്റഡ് എന്ന് പറയുമ്പോൾ എന്താണ്? ഒരു ഗ്രൂപ്പ് ഓഫ് പീപ്പിൾ, അല്ലെ? ഗ്രൂപ്പ് ഓഫ് പീപ്പിൾ വിത്ത് എ കോമൺ എയിം, അങ്ങനെയാണ്. അതാണ് സിൻഡിക്കേറ്റ്. നമ്മൾ സിൻഡിക്കേറ്റ് ബാങ്ക് എന്നൊക്കെ കേട്ടിട്ടുണ്ട്, അല്ലെ? സോ നമ്മൾ ചിന്തിക്കുക ഇതെങ്ങനെ ചെയ്യാം. ഇവിടെ പറയുന്നത് ഫസ്റ്റ് സ്റ്റേറ്റ്മെന്റ് പറയുന്നത് ദ ലെൻഡിങ്, സിൻഡിക്കേറ്റഡ് ലെൻഡിങ്, അതായത് ഗ്രൂപ്പ് ഓഫ് പീപ്പിൾ ലെൻഡ് ചെയ്യുന്നത് സ്പ്രെഡ്സ് ദ റിസ്ക് ഓഫ് ബോറോ ഡിഫോൾട്ട് അക്രോസ് മൾട്ടിപ്പിൾ ലെൻഡേഴ്സ്. അതായത് ഇപ്പോൾ 3 പേര് കൂടെ 9 രൂപ ഒരാൾക്ക് കടം കൊടുക്കുവാന്ന് വിചാരിച്ചോ. ഒരാൾക്ക് കടം കൊടുക്കുവാണ്. അപ്പോ അവിടെ ഈ ആൾക്ക് 9 രൂപ തിരിച്ചടയ്ക്കാൻ പറ്റിയില്ലെങ്കിൽ എല്ലാവരും ഈക്വലി ആ 3 രൂപ അവർക്ക് നഷ്ടം വരും, അല്ലെ? പക്ഷെ ഒരു വ്യക്തിയാണ് ഈ 9 രൂപ കൊടുത്തെങ്കിൽ അയാൾക്ക് 9 രൂപയുടെ നഷ്ടം ഉണ്ടാകും. അപ്പൊ ഈ പറഞ്ഞ സ്റ്റേറ്റ്മെന്റ് ശരിയാണല്ലോ, അല്ലെ? ഫസ്റ്റ് സ്റ്റേറ്റ്മെന്റ് പറയുന്നത് എന്താണ്? ഈ സിൻഡിക്കേറ്റഡ് ലെൻഡിങ് സ്പ്രെഡ്സ് ദ റിസ്ക്. സ്പ്രെഡ്സ് ദ റിസ്ക് എന്ന് പറയുമ്പോൾ റിസ്ക് ഈവൻലി ഡിസ്ട്രിബ്യൂട്ട് ചെയ്യും. അപ്പൊ ഐ ഫൈൻഡ് ഇറ്റ് വെരി ലോജിക്കൽ. അതിൽ തെറ്റില്ല എന്ന് എനിക്ക് തോന്നുന്നു. അപ്പൊ ഫസ്റ്റ് സ്റ്റേറ്റ്മെന്റ് ശരിയാണെന്ന് ഞാൻ വിശ്വസിക്കുന്നു. പിന്നെ ഇവിടെ പറയുന്നത് സിൻഡിക്കേറ്റഡ് ലോൺ ക്യാൻ ബി എ ഫിക്സഡ് amount ഓർ ലംപ് സം ഓഫ് ഫണ്ട്സ്. അതായത് ഫിക്സഡ് amount അല്ലെങ്കിൽ ലംപ് സം ഓഫ് ഫണ്ട്സ് എന്ന് പറയുമ്പോഴത്തേക്കും ഒറ്റയടിക്ക് കൊടുക്കുന്നു. ബട്ട് കനോട്ട് ബി എ ക്രെഡിറ്റ് ലൈൻ. ക്രെഡിറ്റ് ലൈൻ എന്ന് പറയുമ്പോൾ എന്താണ്? നമ്മൾ ഈ ക്രെഡിറ്റ് കാർഡൊക്കെ നമ്മുടെ കയ്യിലുള്ളതാണ്, ക്രെഡിറ്റ് കാർഡ്. അപ്പൊ ക്രെഡിറ്റ് കാർഡ് എന്ന് പറയുമ്പോൾ എന്താണ്? ഇപ്പൊ ഈ മാസം 10,000 രൂപ എത്രയാണ് സ്പെൻഡ് ചെയ്യാൻ പറ്റുള്ളൂ, അത് എക്സീഡ് ചെയ്യാൻ പറ്റില്ല. അതാണ് ക്രെഡിറ്റ് ലൈൻ. അപ്പോൾ നമ്മൾ ചിന്തിക്കുക UPSC സ്ഥിരമായിട്ട്, ഫോർ എക്സാമ്പിൾ പ്രീവിയസ് അവരുടെ ഒരു സ്റ്റൈലൊക്കെ കണ്ടു കഴിഞ്ഞു കഴിഞ്ഞാൽ അവര് പൊതുവെ തെറ്റിക്കുന്നത് എങ്ങനെയാണ്? ഞാൻ നേരത്തെ ഒരു ക്വസ്റ്റ്യൻ ഇങ്ങനെ ഡിസ്കസ് ചെയ്തത്, ദിസ് ക്യാൻ ബി ദാറ്റ് ബട്ട് ദിസ് കനോട്ട് ബി ദാറ്റ്. അപ്പോൾ അതിന്റെ അർത്ഥം എന്താണ്? ഇവിടെ ഒരു സ്കോപ്പ് ഓഫ് മാനിപ്പുലേഷൻ നടക്കാൻ ഹൈ ചാൻസ് ഉണ്ട്. പിന്നെ എന്റെ ലോജിക്കും കോമൺ സെൻസും കൂടെ ഞാൻ ഉപയോഗിച്ചിട്ട് എനിക്ക് തോന്നുന്നു ഈ സ്റ്റേറ്റ്മെന്റ് മാനുഫാക്ചർ ചെയ്തേക്കുന്നതാണ്. കാരണം വൈ കാണ്ട് ഇറ്റ് ബി എ ക്രെഡിറ്റ് ലൈൻ? ക്രെഡിറ്റ് ലൈനും ഇതും തമ്മിൽ വലിയ വ്യത്യാസമില്ല. അപ്പൊ എന്റെ ലോജിക് പരമായിട്ട് ഇത് എനിക്ക് ശരിയാണെന്ന് തോന്നുന്നു. പിന്നെ ഞാനിത് ബിക്കോസ് വെച്ചൊന്ന് കണക്ട് ചെയ്യാൻ നോക്കുന്നു. ഐ ഫൈൻഡ് ബോത്ത് ആർ ലിങ്ക്ഡ്, സോ ഐ ഗോ ഫോർ എ. ഓക്കെ,
സോ ഇങ്ങനെയാണ് ഈ തരം ക്വസ്റ്റ്യൻസ്. ഞാൻ നേരത്തെ ഇതുപോലത്തെ ഒരു ക്വസ്റ്റ്യൻ ഡിസ്കസ് ചെയ്തിട്ടുണ്ട്, ഈ ബട്ടിന്റെ യൂസേജ്. ബട്ട് ദിസ് വിൽ ബി ദാറ്റ്, ബട്ട് ദിസ് വിൽ നോട്ട് ബി ദാറ്റ്. അപ്പൊ ദാറ്റ് മീൻസ് ദർ ഹാസ് ബീൻ എ മാനിപ്പുലേഷൻ. അവിടെ മാനിപ്പുലേഷൻ ഉണ്ടാവാൻ സാധ്യതയുണ്ട്. അപ്പൊ ലോജിക്കലി അങ്ങനെ നടക്കുമ്പോൾ നമ്മൾ ഫോക്കസ് ചെയ്യുക, കൂടുതൽ ശ്രദ്ധ വെച്ചിട്ട് നമ്മൾ ചിന്തിക്കുക. ഓക്കെ ഓക്കെ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നമ്പർ 53. ഇത് പലർക്കും അറിയാം, വളരെ ഈസി ക്വസ്റ്റ്യൻ ആണ്. ബട്ട് ഇതിന്റെ എസെൻസ് ആണ് ഒന്ന് പറയാൻ പറ്റുന്നത്, ഈ ക്വസ്റ്റ്യൻ ചിന്തിക്കുന്നതിന്റെ ഒരു എസെൻസ്. സോ ഇവിടെ പറയുന്നത് ഡിജിറ്റൽ റുപ്പീനെ കുറിച്ച് 4 സ്റ്റേറ്റ്മെന്റ്സ് തന്നേക്കുന്നുണ്ട്. ഇറ്റ് ഈസ് എ സോവറിൻ കറൻസി എന്നാണ് പറയുന്നത്, ഇഷ്യൂഡ് ബൈ ദ റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യ ഇൻ അലൈൻമെന്റ് വിത്ത് ഇറ്റ്സ് മോണിറ്ററി പോളിസി. അലൈൻമെന്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു സോഫ്റ്റ്, വളരെ പോസിറ്റീവ് ആയിട്ടുള്ള ഒരു വേർഡാണ്. ഓക്കെ, സോ ഇറ്റ് അപ്പിയേഴ്സ് ആസ് എ ലയബിലിറ്റി ഓൺ ദ RBI's ബാലൻസ് ഷീറ്റ്. ഇറ്റ് ഈസ് ഇൻഷുർഡ് അഗേൻസ്റ്റ് ഇൻഫ്ലേഷൻ ബൈ ഇറ്റ്സ് വെരി ഡിസൈൻ. ഇറ്റ് ഈസ് ഫ്രീലി കൺവേർട്ടബിൾ അഗേൻസ്റ്റ് കമേഴ്ഷ്യൽ ബാങ്ക് മണി ആൻഡ് ക്യാഷ്. ഓക്കെ, സോ നമ്മൾ ചിന്തിക്കുക, ഡിജിറ്റൽ റുപ്പി എന്ന് പറയുമ്പോൾ എന്താണ്? RBI കൊണ്ടുവന്നേക്കുന്ന ഒരു സംഭവമാണെങ്കിൽ പോലും ഡിജിറ്റൽ എന്ന് പറയുമ്പോഴത്തേക്ക് എന്താണ്? വളരെയധികം പ്രോസ് ഉള്ള ഒരു സംഭവമാണ്, ഫ്യൂച്ചറിസ്റ്റിക് ആണ്. അപ്പൊ ഗവൺമെന്റ് ഡിജിറ്റൽ കൊണ്ടുവരുവാണെങ്കിൽ അതിന്റെ അർത്ഥം എന്താണ്? പഴയതിനേക്കാളും ഒരു പടി നല്ലതാണ്, അല്ലെ? അപ്പോ ഈ ഓപ്ഷൻസ് ഞാൻ ചെക്ക് ചെയ്യുമ്പോൾ 1, 2, 3, 4 ഇല്ല. അതിന്റെ അർത്ഥം മാക്സിമം ഒരു സ്റ്റേറ്റ്മെന്റ് അല്ല, മിനിമം ഒരു സ്റ്റേറ്റ്മെന്റ് തെറ്റാണ്. മിനിമം 1 സ്റ്റേറ്റ്മെന്റ് തെറ്റാണ്, അല്ലെ? സോ നമ്മൾ ചിന്തിക്കുക, ഇതിൽ ഏറ്റവും ശരിയായിട്ടുള്ള സ്റ്റേറ്റ്മെന്റ് ഏതൊക്കെയാണെന്ന് ഞാൻ ആലോചിക്കുകയാണ്. സോ ഇവിടെ 4th സ്റ്റേറ്റ്മെന്റ് നോക്കുമ്പോൾ ഇറ്റ് ഇസ് ഫ്രീലി കൺവേർട്ടബിൾ അഗേൻസ്റ്റ് കമേഴ്ഷ്യൽ ബാങ്ക് മണി ആൻഡ് ക്യാഷ്. അതായത് ഫ്രീലി കൺവേർട്ടബിൾ എന്ന് പറയുമ്പോൾ എന്തായിരിക്കും? പൈസ കൊടുത്തിട്ട് തിരിച്ച് നമുക്ക് വേണമെങ്കിൽ ആ സാധനവും വാങ്ങിക്കാം, ഡിജിറ്റൽ റുപ്പിയും വാങ്ങിക്കാം. അപ്പൊ അതിന്റെ അർത്ഥം എന്താണ്? നല്ലതാണ്, പൊതുവേ നല്ലതായിരിക്കുമല്ലോ. ഫ്രീലി കൺവേർട്ടബിൾ അല്ലാതെ ഗവൺമെന്റ് എന്തെങ്കിലും സാധനം പ്രൊമോട്ട് ചെയ്യുമോ? ഇല്ല. അപ്പൊ സ്റ്റേറ്റ്മെന്റ് 4 ശരിയാവാൻ ഹൈ ചാൻസ് ഉണ്ട്. സോ അതിന്റെ അർത്ഥം എന്താണ്? 4 ഉള്ള ഒരു ഓപ്ഷനാണ്. പിന്നെ സിയും നമുക്ക് ഡിയും കൂടെ ഉള്ളൂ. ഇനി നമ്മൾ ചെക്ക് ചെയ്യേണ്ടത് 1 ശരിയാണോ ഇല്ലയോ എന്നാണ്. 1 അല്ലെങ്കിൽ 3 ശരിയാണോ എന്നില്ലെങ്കിൽ. അപ്പൊ ഇറ്റ് ഇസ് എ സോവറിൻ കറൻസി ഇഷ്യൂഡ് ബൈ ദ റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യ ഇൻ അലൈൻമെന്റ് വിത്ത് മോണിറ്ററി പോളിസി. ഞാൻ പറഞ്ഞു അലൈൻമെന്റ് വളരെ സോഫ്റ്റ് വേർഡ് ആണ്. പിന്നെ ഞാൻ ചെക്ക് ചെയ്യേണ്ടത് 3. ഇറ്റ് ഇസ് ഇവിടെ പറയുന്നത് എന്താണ്? 3 ശരിയാണോ ഇല്ലയോ എന്നാണ് ചെക്ക് ചെയ്യേണ്ടത്. സോ ഐ ബിലീവ് ചിലപ്പോൾ അത് ഇൻഷുർഡ് അല്ലെങ്കിലോ ഇറ്റ് ഇസ് നോട്ട് ഇൻഷുർഡ് അഗേൻസ്റ്റ് ഇൻഫ്ലേഷൻ. സോ അതിന്റെ അർത്ഥം 1 ശരിയാണ്. ഓക്കെ, സോ ഐ ഹാവ് ടു തിങ്ക്, ഐ ഹാവ് ടു മേക്ക് an ഓപ്ഷൻ, ഒരു ചൂസ് ചെയ്യണം. സോ ഐ ബിലീവ് 1 ഇസ് മോർ പോസിറ്റീവ് ഒപ്റ്റിമിസ്റ്റിക്. RBI അല്ലെങ്കിൽ ആരായിരിക്കും ഡിജിറ്റൽ റുപ്പി ഇറക്കുന്നത്? നോബഡി, അല്ലെ? സോ സെൻട്രൽ ബാങ്ക് ആണ്. സോ ഇറ്റ് മസ്റ്റ് ബി RBI. സോ 1 ആയിരിക്കും ഓപ്ഷൻ. സോ ഐ ഗോ ഫോർ ഡി. ഓക്കെ, നമ്മൾ അടുത്ത് ചെയ്യുന്ന ക്വസ്റ്റ്യൻ നമ്പർ 56 ആണ്. ഇത് ഹിസ്റ്ററി ആണ്. ചിലവർക്ക് ഹിസ്റ്ററി വളരെ ടഫാണ്. പക്ഷെ നമ്മൾ വളരെ എന്താ പറയുന്നത്, കാമായിട്ട് ചെയ്താൽ മതി ഈ തരം ക്വസ്റ്റ്യൻസ്. സോ നമ്മൾ ആലോചിക്കുകയാണ്, ഇവിടെ ചോദിച്ചേക്കുന്നത് എന്താണ്? വിച്ച് ഓഫ് ദ ഫോളോയിങ് റൂളേഴ്സ് ഓഫ് മെഡീവൽ ഇന്ത്യ ഗേവ് പെർമിഷൻ ടു ദ പോർച്ചുഗീസ്, അല്ലെ, ടു ബിൽഡ് എ ഫോർട്ട് അറ്റ് ബത്കൽ. അപ്പൊ ആകെ നമുക്കറിയുന്ന പോർച്ചുഗീസ് ആണ് ഫസ്റ്റ് ഇന്ത്യയിലേക്ക് വന്നത്. അങ്ങനെയാണ്. എത്രമാത്രം നിങ്ങൾക്ക് അറിയൂ എന്ന് വിചാരിക്കുക. ഓക്കെ, നിങ്ങൾക്ക് വേറെ സ്പെസിഫിക് നോളജ് ഇല്ല. പോർച്ചുഗീസ് വന്നത് എന്നാണ്? ഒരു 1500s അല്ലെ? 1500s ടുവേർഡ്സ് ദി എൻഡ് ഓഫ് 1490s ആ ടൈമിലാണ് വന്നത്. 1500s എന്ന് നമുക്കറിയാം. പിന്നെ നമുക്കറിയാവുന്നത് ഇവിടെ ചോദിച്ചേക്കുന്ന ഓപ്ഷൻസിൽ കൃഷ്ണദേവരയ്യ, നരസിംഹ സലുവ, മുഹമ്മദ് ഷാത്രി, യൂസഫ് ആദിൽ ഷാ. നമുക്ക് ബേസിക് ഒരു ഐഡിയ ഉണ്ടെങ്കിൽ അറിയാം, കൃഷ്ണദേവരായ വിജയനഗര ഡൈനാസ്റ്റിയുടെ ഒരു റൂളറായിരുന്നു. നരസിംഹ സലുവോ വിജയനഗര ഡൈനാസ്റ്റിയുടെ ഒരു റൂളറായിരുന്നു. ഈ 2 റൂളേഴ്സ് ബിജാപൂർ സുൽത്താനേറ്റിന്റെ റൂളേഴ്സ് ആയിരിക്കാം. ഓക്കെ, പക്ഷെ ഷുവർ അല്ല. ഫോർ എക്സാമ്പിൾ എടുത്തോളൂ. പക്ഷെ നിങ്ങൾ ഇവിടെ പറയുന്നത് ഈ പറഞ്ഞ ഏത് റൂളറാണ് പോർച്ചുഗീസിന് ബത്കലിൽ ഒരു ഫോർട്ട് പണിയാനുള്ള പെർമിഷൻ കൊടുത്തേക്കുന്നത്? അപ്പൊ അതിന്റെ അർത്ഥം എന്താണ്? ഇവയെ പറഞ്ഞ ഏതെങ്കിലും ഒരു റൂളർ പോർച്ചുഗീസ് ഉണ്ടായിരുന്ന സമയത്ത് ഉണ്ടാവണം, അല്ലെ? അപ്പൊ എനിക്ക് ബേസിക് ഒരു ഐഡിയ അറിയാവുന്നത്, വിജയനഗര ഡൈനാസ്റ്റിയിൽ സ്റ്റാർട്ടിങ്ങിൽ സംഗമ ഡൈനാസ്റ്റി ആയിരുന്നു, പിന്നെ വരുന്നത് സലുവ ആയിരുന്നു, പിന്നെ വരുന്നത് തുലുവയായിരുന്നു. ഓക്കെ, അത്ര എനിക്കറിയാം എന്ന് വിചാരിക്കുക. കൃഷ്ണദേവരായ തുലുവ ഡൈനാസ്റ്റി ആയിരുന്നു. നരസിംഹ സലുവ, പേരിൽ തന്നെയുണ്ട്, സലുവ ഡൈനാസ്റ്റിയാണ്. ഓക്കെ, അപ്പൊ എനിക്കറിയാം. നമ്മൾ ഇങ്ങനെ ചിന്തിക്കുക. പിന്നെ വേറെ ഒരു ഹാക്കും കൂടിയാണ് ഇത്. ഇതൊരു ട്രിക്ക് എന്ന് വിചാരിക്കരുത്. ഇപ്പോൾ പൊതുവെ UPSC അവർക്ക് കീ ആയിട്ടുള്ള കുറച്ച് ടോപ്പിക്സ് ഉണ്ടാവും, തീംസ് ഉണ്ടാവും അവർക്ക് ഇഷ്ടപ്പെട്ടത്. കൃഷ്ണദേവരായ എക്സാമ്പിൾ, അല്ലെങ്കിൽ അക്ബർ അവർക്ക് ഭയങ്കര ഇഷ്ടമാണ്. അപ്പൊ പല ചില മെഡീവിയൽ അല്ലെങ്കിൽ ഏൻഷ്യന്റ് റൂളേഴ്സ്, അതുപോലെ അശോക അവർക്ക് ഭയങ്കര താല്പര്യമുള്ളതാണ്. അശോക, അക്ബർ, കൃഷ്ണദേവരായ.
ഓക്കെ, ഇതൊക്കെ അവർക്ക് വളരെ പ്രിയപ്പെട്ട ടോപ്പിക്സ് ആണ്. അപ്പോൾ അവയെക്കുറിച്ച് അവർ പലവട്ടം റിപ്പീറ്റ് ചെയ്യാറുണ്ട്. സോ ഐ ഡു നോട്ട് തിങ്ക് ഇറ്റ് ഇസ് സി ഓർ ഡി, ബിക്കോസ് ഇവര് കുറച്ചുകൂടി ലേറ്റർ ആയിട്ടാണ് മുഹമ്മദ് ഷാ ടൂവും യൂസുഫ് ആദിൽ ഷായും വന്നത്. പിന്നെ അവർ പ്രോമിനന്റ് റൂളേഴ്സ് അല്ല. പോർച്ചുഗീസിനൊക്കെ അധികാരം കൊടുക്കണമെങ്കിൽ കുറച്ചുകൂടി ഒന്ന് ആലോചിക്കുക, ഒരു പ്രോമിനന്റ് റൂളർ ആയിരിക്കാം. സോ ഐ ഹാവ് ടു ചൂസ് ബിറ്റ്വീൻ എ ഓർ ബി. സിൻസ് UPSC ഹാസ് റിപ്പീറ്റഡ് സെവറൽ ടൈംസ് ആൻഡ് ഐ ബിലീവ് എനിക്കൊരു സ്ലൈറ്റ് ഒരു ബയസ് ഉണ്ട്, ദി ആൻസർ മസ്റ്റ് ബി എ. ആൻഡ് നമുക്ക് ആലോചിക്കാൻ, നമുക്ക് വേറെ ഒരു വഴിയില്ലെങ്കിൽ മാത്രമേ ഇങ്ങനെ ചിന്തിക്കാവുള്ളൂ. നമുക്ക് നോളജ് പരമായിട്ടാണ് ഇത് ആദ്യം അപ്രോച്ച് ചെയ്യേണ്ടത്. പക്ഷെ അത് അറിയില്ലെങ്കിൽ നമുക്ക്, ഞാൻ പറഞ്ഞില്ലേ, ഇങ്ങനെയും പയ്യെ ഒന്ന് എലിമിനേറ്റ് ചെയ്ത് നമുക്കൊരു ഹൈ റിസ്ക് അപ്പറ്റൈറ്റ് ഉണ്ടെങ്കിൽ ഓൾവേസ് ഗോ ഫോർ, ഐ വുഡ് സേ, നമുക്ക് ഈ അവസരങ്ങൾ കൃഷ്ണദേവരായിക്കാണ് ഞാൻ പേഴ്സണലി പോകുള്ളൂ. ഓക്കെ ഓക്കെ അടുത്ത ക്വസ്റ്റ്യൻ 57 അഗെയിൻ ഹിസ്റ്ററി ആണ്. ഇത് മോഡേൺ ഹിസ്റ്ററി ആണ്. ഇവിടെ പറയുന്നത് വിത്ത് റെഫറൻസ് ടു റവന്യൂ കളക്ഷൻ. ഓക്കെ, കോൺവാലിസ് കൺസിഡർ ദ ഫോളോയിങ് സ്റ്റേറ്റ്മെന്റ്സ്. ഓക്കെ, ഇവിടെ പറയുന്ന റൈറ്റ് വാലി സെറ്റിൽമെന്റിനെ കുറിച്ചും പെർമനന്റ് സെറ്റിൽമെന്റിനെ കുറിച്ചുള്ള ബേസിക് കമ്പാരിസൺ ആണ്. ഇത് നിങ്ങൾ ചിന്തിക്കുക, ഇത് നോളജ് ആണ്. നോളജ് പരമായിട്ട് നമ്മൾ ഇതിനെക്കുറിച്ച് രണ്ടും അറിഞ്ഞിരിക്കണം. നോളജ് പരമായിട്ടാണ് ഇതിനെ അപ്രോച്ച് ചെയ്യേണ്ടത്. പക്ഷെ നമ്മൾ ബേസിക് ഇതിന്റെ ഒരു രീതിയും ഹിസ്റ്ററി ഒക്കെ കണ്ടു കഴിഞ്ഞാൽ നമുക്കറിയാം. ഇത് കോൺവാലിസ് എന്ന് പറയുമ്പോൾ ഒരു ബ്രിട്ടീഷ് റൂളർ ആയിരുന്നു, അല്ലെ? അപ്പോൾ ബ്രിട്ടീഷ് റൂളർ അല്ലെങ്കിൽ ബ്രിട്ടീഷ് ഭരിച്ച ഒരു രീതി നമുക്കറിയുമ്പോൾ നമുക്ക് അല്ലെങ്കിൽ പോലും ഈ സ്റ്റേറ്റ്മെന്റ്സ് രണ്ടും ഡീകോഡ് ചെയ്യാൻ പറ്റും. ഇവിടെ പറയുന്നത് ഫസ്റ്റ് സ്റ്റേറ്റ്മെന്റിൽ റൈറ്റ് വാലി സെറ്റിൽമെന്റിൽ റവന്യൂ കളക്ഷൻ ആണ്, അതായത് പൈസ പിരിച്ചെടുക്കുന്ന കളക്ഷൻ, അല്ലെ? അതാണ് റവന്യൂ കളക്ഷൻ. പെസൻസ് were exempted from revenue payment in case of bad harvest or natural calamities. അപ്പൊ നിങ്ങൾ ആലോചിക്കുക, ബ്രിട്ടീഷ് ഭരിച്ചുകൊണ്ടിരുന്ന സമയത്ത് വളരെ ഹാർഷ് ആയിട്ടുള്ള റിഗ്രസീവ് മെഷേഴ്സ് ആയിരുന്നു. പെസൻസ്, കർഷകർ എല്ലാവരും ആത്മഹത്യയോ അതുപോലെ തന്നെ ഒരുപാട് എക്സ്പ്ലോയിറ്റേഷൻ നേരിട്ട ഒരു സമയമായിരുന്നു. അപ്പോൾ അന്ന് റവന്യൂ കളക്ഷൻ പിരിവെടുത്തോണ്ടിരുന്ന സമയത്ത് നിങ്ങൾ ആലോചിക്കുക, ബാഡ് ഹാർവസ്റ്റോ അല്ലെങ്കിൽ നാച്ചുറൽ കലാമിറ്റി വന്നു കഴിഞ്ഞാൽ അവിടെ ഒരു എക്സംഷനോ അല്ലെങ്കിൽ ഒരു ലീനിയൻസിയോ ബ്രിട്ടീഷുകാർ കാണിക്കാൻ സാധ്യത കുറവാണ്. കാരണം ബ്രിട്ടീഷിന്റെ നേച്ചർ അത്രയും എക്സ്പ്ലോയിറ്റേറ്റീവ് ആണ്. അപ്പൊ ഫസ്റ്റ് സ്റ്റേറ്റ്മെന്റ് നിങ്ങൾക്ക് റൈറ്റ് വാലി സെറ്റിൽമെന്റ് എന്താന്ന് പോലും അറിയില്ലെങ്കിൽ ഒന്ന് ആലോചിക്കാം, പൊതുവെ അവിടെ തെറ്റാനുള്ള സാധ്യത കൂടുതലാണ്. ഐ ഡോണ്ട് ബിലീവ് ദിസ് ഇസ് ട്രൂ, ഡൗട്ട് ആയിട്ട് നമുക്ക് വെക്കുക. സെക്കൻഡ് സ്റ്റേറ്റ്മെന്റ് പറയുന്നത് പെർമനന്റ് സെറ്റിൽമെന്റിൽ ജമീന്ദാർ ഫെയിൽ ടു പേ ഹിസ് റവന്യൂസ് ടു ദ സ്റ്റേറ്റ് or before the fixed date, he would be removed from his zamindari. Okay, this sounds more true like the British, അല്ലെ? ബ്രിട്ടീഷ് ചെയ്യുന്നൊരു പരിപാടിയായിട്ട് നമുക്കിത് തോന്നുന്നു. ഓക്കെ, അപ്പൊ ഇവിടെ ഒരു പർട്ടിക്കുലർ ഡയറക്ഷൻ, ഇവിടെ ഒരു പർട്ടിക്കുലർ ഡയറക്ഷൻ എന്ന് പറയുന്നത് ബ്രിട്ടീഷിന്റെ രണ്ട് ഡിഫറെന്റ് രീതികളാണ്. അപ്പൊ പെർമനന്റ് സെറ്റിൽമെന്റ് ആക്ട് അല്ലെങ്കിൽ റൈറ്റ് വാലി സെറ്റിൽമെന്റ് ആക്ട്, ഈ ആക്ടുകളൊക്കെ പൊതുവെ ഇറ്റ് ഡിഡ് മോർ ഹാം ദാൻ ഗുഡ് എന്ന് നമുക്ക് ചിന്തിക്കാം. വളരെ അധികം ഫെയിൽ ആയ കുറെ പ്ലാൻസ് ആയിരുന്നു ഇതൊക്കെ. അപ്പോൾ ഈ സ്റ്റേറ്റ്മെന്റ് മാനിപ്പുലേറ്റ് ചെയ്തേക്കുന്നതും തെറ്റായിട്ടും ഈ സ്റ്റേറ്റ്മെന്റ് വളരെ ശരിയായിട്ടും എനിക്ക് തോന്നുന്നു. സോ ഐ ഗോ ഫോർ പി. ഓക്കെ, സോ നമ്മൾ ബേസിക് ഒരു നേച്ചറും ബേസിക് ഒരു ഐഡിയയും മതി. നമ്മൾ ഇത് കൃത്യമായിട്ട് ആ സമയത്ത് നമുക്ക് ഓർത്തില്ലെങ്കിൽ പോലും അവർ ചെക്ക് ചെയ്യുന്നത് എന്താണ്, നിങ്ങൾക്ക് ഇതിനെക്കുറിച്ചുള്ള പൊതു വിവരം അല്ലെങ്കിൽ പൊതു ലോജിക് ഉണ്ടോ? ദാറ്റ് ഇസ് വാട്ട് ദേ വാണ്ട്. ഓക്കെ, ക്വസ്റ്റ്യൻ നമ്പർ 82 നോക്കാം. വിച്ച് ഓഫ് ദ ഫോളോയിങ് സ്റ്റേറ്റ്മെന്റ്സ് അബൌട്ട് എക്സസൈസ് മിത്ര ശക്തി 2003 ആർ കറക്റ്റ്? ഓക്കെ, ഇവിടെ പറയുന്നത് ദിസ് 4 സ്റ്റേറ്റ്മെന്റ്സ് ഉണ്ട്. This was a joint military exercise between India and Bangladesh. It commenced on Pune. Joint response during counter-terrorism operations was the goal of this operation. Indian Air Force was a part of this exercise. ഇവിടെ നമുക്ക് കാണാം 1, 2, 3, 4 ഇല്ല. ഓക്കെ, സോ ഇതിന്റെ അർത്ഥം മാക്സിമം 1 സ്റ്റേറ്റ്മെന്റ് ഈസ് റോങ്, അല്ലെ? സോ ഇവിടെ നമുക്ക് ഓപ്ഷൻസ് കണ്ടു കഴിഞ്ഞാൽ അറിയാം. സോ നമ്മൾ ഇതിൽ ഏറ്റവും ശരിയായിട്ടുള്ള ഏതായിരിക്കും സാധാരണ? ഇത് ജോയിന്റ് മിലിറ്ററി എക്സസൈസ് ബിറ്റ്വീൻ ഇന്ത്യ ആൻഡ് ബംഗ്ലാദേശ്, അല്ലെ? ഇത് തെറ്റിക്കാം. ഇറ്റ് വിൽ കമൻസ് ഓൺ പൂനെ, അതും തെറ്റിക്കാം. ഇവിടെ പറയുന്നത് ജോയിന്റ് റെസ്പോൺസ് ഡ്യൂറിംഗ് കൗണ്ടർ ടെററിസം ഓപ്പറേഷൻസ് വാസ് എ ഗോൾ ഓഫ് ദിസ് ഓപ്പറേഷൻ. അപ്പോൾ നിങ്ങൾ ആലോചിക്കുക, മിത്രശക്തി ജോയിന്റ് റെസ്പോൺസ് ഡ്യൂറിംഗ് കൗണ്ടർ ടെററിസം വാസ് നോട്ട് എ ഗോൾ ഓഫ് ദിസ് ഓപ്പറേഷൻ. അങ്ങനെ പറയാൻ പറ്റുമോ? അപ്പൊ അത് എക്സാമ്പിൾ തെറ്റിക്കാൻ സാധ്യതയുണ്ടോ? നിങ്ങൾ ആലോചിക്കുക. നോ, ഇറ്റ് ഷുഡ് നോട്ട് ബി. ഇന്ത്യൻ എയർഫോഴ്സ് വാസ് എ പാർട്ട് ഓഫ് ദിസ് എക്സസൈസ്. ഇന്ത്യൻ എയർഫോഴ്സ് വാസ് നോട്ട് എ പാർട്ട് ഓഫ് ദിസ് എക്സസൈസ്. നമ്മൾ ആലോചിക്കുക, ജോയിന്റ് എക്സസൈസ് ആണ്, മിത്രശക്തി മിലിറ്ററി എക്സസൈസ് ആണ്. അവിടെ എയർഫോഴ്സിന് പങ്കെടുത്തുകൂടെ? നമുക്ക് ഷുവറിറ്റി ഉണ്ടോ? ബട്ട് എനിവേ നമ്മൾ ഓക്കെ, ഫോർ എക്സാമ്പിൾ നിങ്ങൾക്ക് ഡൗട്ട് ഉണ്ടെങ്കിൽ പോലും നമുക്ക് 3 ശരിയാണെന്ന് അറിയാം, അല്ലെ? 3 യു കം ടു ദി കൺക്ലൂഷൻ ദാറ്റ് 3 ഇസ് റൈറ്റ്. യു ഹാവ് ടു ചൂസ്, അല്ലെ? അപ്പൊ 3 ശരിയാണെങ്കിൽ നമുക്ക് 1, 2, 3, 1, 3, 4, 2, 3, 4 ഉണ്ട്. ഇനി നമുക്ക് ചെക്ക് ചെയ്യേണ്ടത് 4 ശരിയാണോ ഇല്ലയോ എന്നാണ്, 1 ശരിയാണോ 2 ശരിയാണോ ഇല്ലയോ എന്നാണ്. അപ്പൊ നിങ്ങൾ ആലോചിക്കുക, ഇതില് 1ലും 2ലും 4ലും which one will you choose to be the most correct after that? Indian Air Force was a part of this exercise, അല്ലേ? കാരണം ഇത് രണ്ടും തെറ്റിച്ചൂടെ, അല്ലേ?
So I go for 4 to be also correct. Okay. അപ്പൊ A, because you have to make a choice. ഇവിടെ 1, 2, 3, 4 ഉണ്ടെങ്കിൽ ഈ ക്വസ്റ്റിന്റെ രീതി തന്നെ മാറും. നമുക്ക് ഇങ്ങനെ ചിന്തിക്കാൻ പറ്റില്ല. സിൻസ് അങ്ങനെ ഇല്ലാത്തതുകൊണ്ടാണ് ഞാൻ ധൈര്യമായിട്ട് ഇങ്ങനെ ചിന്തിക്കുന്നത്. ഓക്കെ. ഇനി നമ്മൾ ചിന്തിക്കുക, നൗ യു ഹാവ് ടു ചൂസ് ബിറ്റ്വീൻ 1 or 2 അല്ലെ? 1 or 2 തമ്മിൽ നമുക്ക് ചൂസ് ചെയ്യണം. ഇനി നിങ്ങൾ ആലോചിക്കുക, ദിസ് വാസ് എ ജോയിന്റ് മിലിറ്ററി എക്സസൈസ് ബിറ്റ്വീൻ ഇന്ത്യ ആൻഡ് ബംഗ്ലാദേശ്. എത്ര എക്സസൈസുകൾ നമ്മൾ നടത്തുന്നുണ്ട്? നമുക്ക് പല നെയ്ബേഴ്സ് ഉണ്ട്, അതുപോലെ തന്നെ പല നമ്മുടെ അലൈസ് ആയിട്ട് നമ്മൾ മിലിറ്ററി എക്സസൈസസ്, നേവൽ എക്സസൈസസ് നടത്തുന്നുണ്ട്. അപ്പൊ പല ഓപ്ഷൻസ് ഉണ്ട് അല്ലേ? 1, 2, 3, 4, 5, 6 പല കൺട്രീസ് ഉണ്ട്. അപ്പൊ അവയില് ഇന്ത്യയും ഈ ബംഗ്ലാദേശ് പല ഓപ്ഷൻസ് ആവാം. ഓസ്ട്രേലിയ ആവാം, ശ്രീലങ്ക ആവാം, അമേരിക്ക ആവാം, ഏത് രാജ്യം വേണമെങ്കിൽ ആവാം. അപ്പൊ ഇത് തെറ്റിക്കാനാണോ ഇത് നോക്കിക്കേ, ഇറ്റ് കമന്റ്സ് ഇൻ ഓൺ പൂനെ. അത് വളരെ സ്പെസിഫിക് ആയിട്ടാണ് പറയുന്നത്, ഓൺ പൂനെ. ഇറ്റ് കമന്റ്സ് ഇൻ ഡൽഹിയോ മുംബൈയോ അങ്ങനെയൊന്നുമല്ല പറയുന്നത്, ഓൺ പൂനെ എന്നാണ് പറയുന്നത്. അപ്പൊ ഇത് തെറ്റിക്കാനാണോ സാധ്യത കൂടുതൽ? എക്സാമിനർ തെറ്റിക്കുക. സോ എക്സാമിനർ ചെക്ക് ചെയ്യാൻ സാധ്യത എന്താണ്? നിങ്ങൾക്ക് ഇത് ഈ മിത്രശക്തി എന്ന് പറഞ്ഞ എക്സസൈസ് ഇന്ത്യയും ആരായിട്ടാണ് എന്നുള്ള ബേസിക് ഐഡിയ ഉണ്ടോ എന്നല്ലേ മോസ്റ്റ് പ്രോബ്ലി എക്സാമിനർ തെറ്റിക്കുള്ളൂ. അപ്പൊ നമുക്ക് അവിടെ ഒരു ഓപ്ഷൻ ആണ് വെക്കേണ്ടത്, സി ഡി. അതുകൊണ്ടാണ് ഞാൻ ഈ ലോജിക്കിലേക്ക് ഞാൻ യൂസ് ചെയ്യുന്നത് കേട്ടോ. സോ the answer should be, this can be wrong. So the answer should be D. You have to make a choice, അല്ലേ? 50-50 D. So I go for D. എൻ്റെ ഒരു ഹൈ റിസ്ക് അപ്പറ്റൈറ്റ് ആണ്, ഞാൻ എപ്പോഴും അവിടെ ചൂസ് ചെയ്യും. സോ ഐ ഗോ ഫോർ D. ദി ആൻസർ ഇസ് D. ഓക്കെ, നമുക്ക് അടുത്തത് നോക്കാം. 84. ഇത് നോളജ് പരമായിട്ട് ചെയ്യേണ്ട ചോദ്യമാണ്. പക്ഷെ നമുക്ക് ഒരു പാറ്റേൺ ഒബ്സർവ് ചെയ്യാൻ വേണ്ടിയാണ് ഞാൻ ഈ ക്വസ്റ്റ്യൻ ഒന്നും, നിങ്ങൾ എങ്ങനെ ഒരു ക്വസ്റ്റിനെ കാണുമ്പോൾ എന്തിനു വേണ്ടി എവിടെ തെറ്റിക്കാൻ സാധ്യത എന്ന് ഒബ്സർവ് ചെയ്യാനുള്ള ഒരു കാണിക്കാൻ വേണ്ടിയാണ് ഞാൻ ഈ ക്വസ്റ്റ്യൻ കാണിക്കുന്നത്. സോ ഇവിടെ പറയുന്നത്, ഇറ്റ് ഇസ് ദ ഗവർണർ ഓഫ് എ സ്റ്റേറ്റ് ഹു റെക്കഗ്നൈസസ് ആൻഡ് ഡിക്ലെയർസ് എനി കമ്മ്യൂണിറ്റി ഓഫ് ദാറ്റ് സ്റ്റേറ്റ് ആസ് എ ഷെഡ്യൂൾ ട്രൈബ്. ഓക്കെ, ഫൈൻ. എ കമ്മ്യൂണിറ്റി ഡിക്ലെയർഡ് ആസ് എ ഷെഡ്യൂൾ ട്രൈബ് ഇൻ എ സ്റ്റേറ്റ് നീഡ് നോട്ട് ബി സോ ഇൻ അനദർ സ്റ്റേറ്റ്. അപ്പൊ നമുക്ക് ലക്ഷ്മികാന്തിൽ കൊടുത്തിട്ടുണ്ട്, നമുക്കിത് ക്ലിയർലി അറിയാം ഫസ്റ്റ് സ്റ്റേറ്റ്മെന്റ് തെറ്റാണെന്ന്. ഓക്കെ, അപ്പോ പക്ഷെ അതല്ലെങ്കിൽ പോലും എങ്ങനെ നമുക്ക് കാണാം? ഇവിടെ പറയുന്നത് ഗവർണർ എന്നാണ്, ഇത് പ്രസിഡന്റ് ആവാം, ആര് വേണമെങ്കിലും ആവാം അല്ലെ? ഹു റെക്കഗ്നൈസസും ഡിക്ലെയർസും എനി കമ്മ്യൂണിറ്റി ഓഫ് ദാറ്റ് സ്റ്റേറ്റ് ഇസ് എ ഷെഡ്യൂൾ ട്രൈബ്. അപ്പൊ ഇത് രണ്ടും ശരിയാവാം അല്ലെ? അപ്പൊ ഇത് ഈസിലി റീപ്ലേസിബിളും ആണ്. അപ്പൊ നമുക്കറിയാം എന്താണ് ഇവിടെ ഒരു സ്കോപ്പ് ഓഫ് മാനിപ്പുലേഷൻ നടക്കാൻ സാധ്യതയുണ്ട്. ഇനി സെക്കൻഡ് സ്റ്റേറ്റ്മെന്റിൽ പറയുന്നത്, എ കമ്മ്യൂണിറ്റി ഡിക്ലെയർ ആസ് എ ഷെഡ്യൂൾ ട്രൈബ് ഇൻ എ സ്റ്റേറ്റ് നീഡ് നോട്ട് ബി സോ ഇൻ അനദർ സ്റ്റേറ്റ്. അത് വളരെ ലോജിക്കലി ശരിയായിട്ട് തോന്നുന്നില്ലേ? ഒരു കമ്മ്യൂണിറ്റി ഒരു പർട്ടിക്കുലർ സംസ്ഥാനത്ത് ഷെഡ്യൂൾ ട്രൈബ് ആയിരിക്കാം, പക്ഷെ വേറൊരു സംസ്ഥാനത്ത് അവരുടെ രീതികൾ ചിലപ്പോൾ മച്ച് ബെറ്റർ ആയിരിക്കാം, എക്കണോമിക് പ്രോസ്പെറിറ്റി ഉണ്ടാകും. അപ്പൊ അവർ ഷെഡ്യൂൾ ട്രൈബായി അവരെ അതായത് ലേബിൾ ചെയ്യേണ്ട ആവശ്യമില്ല. അപ്പം സെക്കൻഡ് സ്റ്റേറ്റ്മെന്റ് വളരെ ലോജിക്കലി ശരിയായിട്ട് നമുക്ക് തോന്നുന്നു. അപ്പൊ ഞാൻ പറഞ്ഞില്ലേ, സ്കോപ്പ് ഓഫ് മാനിപ്പുലേഷൻ ഇവിടെ എവിടെയാണ്? പിന്നെ നമ്മുടെ നോളജും കൂടെ അപ്ലൈ ചെയ്യാം. അപ്പൊ നമുക്കറിയാം 1 തെറ്റാണ്, 2 ശരിയാണ്. സോ യു ഗോ ഫോർ P. അപ്പൊ എന്ത് ഒബ്സർവ് ചെയ്യണം എന്നുള്ള ഒരു ഐഡിയ ആണ് നമ്മൾ ഇതിൽ നിന്ന് കാണുന്നത്. അതുപോലെ തന്നെ നമ്മൾ 85 കാണുക. ഇവിടെ പറയുന്നത്, വിത്ത് റെഫറൻസ് ടു ദി യൂണിയൻ ബഡ്ജറ്റ് കൺസിഡർ ദ ഫോളോയിങ് സ്റ്റേറ്റ്മെന്റ്സ്. ഇവിടെ പറയുന്നത് എന്താണ്? യൂണിയൻ ഫൈനാൻസ് മിനിസ്റ്റർ ഓൺ ബിഹാഫ് ഓഫ് ദ പ്രൈം മിനിസ്റ്റർ lays the annual financial statement before both the houses of parliament. Okay, fine. At the union level, no demand for a grant can be made except on the recommendation of the President of India. അപ്പോ ഞാൻ ആദ്യമേ കാണുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഫസ്റ്റ് സ്റ്റേറ്റ്മെന്റിൽ സെക്കൻഡ് സ്റ്റേറ്റ്മെന്റിൽ 2 ഡിഫറെന്റ് കാര്യങ്ങളാണ് പറയുന്നത്. എന്തുകൊണ്ടാണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇവിടെ പ്രൈം മിനിസ്റ്ററും ഇവിടെ പെട്ടെന്ന് പ്രസിഡന്റ് കയറി വരുവാണ്. ആദ്യം ഈ ആനുവൽ ഫൈനാൻഷ്യൽ സ്റ്റേറ്റ്മെന്റ് ബഡ്ജറ്റിനെ കുറിച്ചാണ് സംസാരിക്കുന്നത്. ഡിമാൻഡ് ഫോർ ഗ്രാന്റ്സ് എന്ന് പറയുമ്പോഴത്തേക്ക് എന്താണ്? പൈസയുടെ കാര്യമാണ്. അപ്പൊ ഇവിടെ പറയുന്നത് പ്രൈം മിനിസ്റ്റർ ആണ് അത് ലേ ചെയ്യുന്നത്, ഇവിടെ പറയുന്നത് പ്രസിഡന്റിന്റെ കാര്യമാണ് പറയുന്നത്. അപ്പോൾ ഇവിടെ ഒരു സംഭവത്തിനെ കുറിച്ച് പറഞ്ഞ് പെട്ടെന്ന് സെക്കൻഡ് സ്റ്റേറ്റ്മെന്റിൽ വേറെ സംഭവത്തെ കുറിച്ച് പറഞ്ഞു. അപ്പൊ നമുക്കറിയാം ഇത് തെറ്റിക്കാൻ ഈസി പറ്റും എക്സാമിനറിന്. പ്രൈം മിനിസ്റ്റർ എന്ന് പറഞ്ഞാൽ ചിലപ്പോൾ പ്രസിഡന്റ് ഇടാം, പ്രസിഡന്റ് പകരം ആ ചീഫ് മിനിസ്റ്റർ ഇടാം, എന്ത് വേണമെങ്കിലും ഇടാം. സോ ഇത് തെറ്റിക്കാൻ സാധ്യതയുണ്ട്. ഇത് പ്രസിഡന്റ് ആവാം. സെക്കൻഡ് സ്റ്റേറ്റ്മെന്റിൽ പറയുന്നത് എന്താണ്? ഇത് പ്രസിഡന്റ് ആണ്. ഓക്കെ, അപ്പോൾ നമുക്ക് പിന്നെ നമ്മുടെ നോളജ് അപ്ലൈ ചെയ്യാം. നമുക്കിത് അറിയാം, ഇതിന് ഇത്രയും ബേസിക് നോളജ് ഉണ്ടെങ്കിൽ നമുക്കറിയാം ഫസ്റ്റ് സ്റ്റേറ്റ്മെന്റ് തെറ്റാണെന്ന് അറിയാം. പക്ഷെ ഞാൻ പറയുന്നത്, പെട്ടെന്ന് ക്വസ്റ്റ്യൻ കാണുമ്പോൾ നമ്മുടെ ശ്രദ്ധ എങ്ങോട്ട് പോകണം, എവിടേക്കാണ് തെറ്റിക്കാൻ പറ്റുന്നത്, എവിടേക്കാണ് അലേർട്ട് ആയിരിക്കേണ്ടത്. അപ്പൊ നമുക്ക് ആ 2 മാർക്സ് കളയരുത്. പലരും അശ്രദ്ധ മൂലം ഈ ക്വസ്റ്റ്യൻസ് ഒക്കെ തെറ്റിക്കാറുണ്ട്, ബേസിക് ക്വസ്റ്റ്യൻസ്. അതുകൊണ്ട് നമുക്കറിയാം 1 തെറ്റാണ്, ഇത് ശരിയാണെന്ന് അറിയാം. കാരണം നമ്മുടെ ലക്ഷ്യകാന്തികളിലും സ്റ്റാറ്റിക് നോളജ് ആയിട്ട് നമുക്ക് അറിയാം സെക്കൻഡ് സ്റ്റേറ്റ്മെന്റ് ശരിയാണ്. ഓക്കെ, ക്വസ്റ്റ്യൻ നമ്പർ 91 ഇവിടെ നമുക്ക് നോക്കാം.
സി ഇത് PYQ ആണ്, പക്ഷെ PYQ അല്ലെങ്കിൽ പോലും നമ്മൾ എങ്ങനെ ഇത് അപ്ലൈ ചെയ്യാം. ഇവിടെ പറയുന്ന ഫസ്റ്റ് സ്റ്റേറ്റ്മെന്റ് 2 സ്റ്റേറ്റ്മെന്റ്സ് ഉണ്ട്. ദർ ഇസ് ഇൻസ്റ്റബിലിറ്റി ആൻഡ് വേഴ്സണിംഗ് സെക്യൂരിറ്റി സിറ്റുവേഷൻ ഇൻ ദ സാഹിൽ റീജിയൻ. ഓക്കെ, there have been military takeovers or coups in several countries of the Sahel region in the recent past. അപ്പൊ നമ്മൾ ലോജിക്കലി ചിന്തിക്കുക, ഇതിൽ ഏതെങ്കിലും സ്റ്റേറ്റ്മെന്റ് തെറ്റാണെന്ന് ആദ്യമേ നമ്മൾ ചിന്തിക്കുക. ഇവിടെ പറയുന്നത് there is instability and worsening security situation in Sahel region. There is no instability and worsening security situation in the Sahel region. അപ്പൊ എക്സാമിനറിന് ഇൻസ്റ്റബിലിറ്റി ഇല്ല എന്ന് പറയാമോ? ഇത് തെറ്റാണെന്നെങ്കിൽ ഇൻസ്റ്റബിലിറ്റി ഇല്ല എന്ന് എക്സാമിനറിന് എങ്ങനെ തീർത്ത് പറയാൻ പറ്റും? സാഹേൽ റീജിയൻ എന്ന് പറയുമ്പോൾ പല രാജ്യങ്ങളും ഇവിടെ വരുന്നുണ്ട്, എവിടെയെങ്കിലും ഇൻസ്റ്റബിലിറ്റി ഉണ്ടായാലോ? അപ്പൊ ഈ സ്റ്റേറ്റ്മെന്റ് തെറ്റാൻ വളരെയധികം ലോ പ്രോബിലിറ്റി ആണ്. സോ ദിസ് ഷുഡ് ബി റൈറ്റ് അല്ലേ? സെക്കൻഡ് സ്റ്റേറ്റ്മെന്റ് പറയുന്നത് there have been military takeovers coups in several countries of the Sahel region in the recent past. അല്ലേ? പല രാജ്യങ്ങളിൽ പല ടേക്ക് ഓവേഴ്സും ഉണ്ടായി കാണും സാഹൽ റീജിയനിൽ. വൈ ഹൗ ക്യാൻ യു കോൺട്രഡിക്ട് ദാറ്റ്? തെറ്റാന്ന് എങ്ങനെയാ പറയുന്നത്? അപ്പൊ ദിസ് ഓൾസോ ലോജിക്കലി ശരിയായിട്ട് തോന്നുന്നു. ഇനി നമ്മൾ ബിക്കോസ് വെച്ചൊന്ന് കണക്ട് ചെയ്ത് നോക്കുക. There is instability and worsening security situation in the Sahel region because there have been military takeovers, coups in the several countries of the Sahel region in the recent past. I find this explains two. അല്ലെ, 2 explains 1. അപ്പോൾ this might be A. So, അങ്ങനെ നമ്മൾ ബിക്കോസ് വെച്ചൊന്ന് കണക്ട് ചെയ്യാൻ നോക്കാം. ഓക്കെ ഓക്കെ ക്വസ്റ്റ്യൻ നമ്പർ 92 ആണ്. ഇത് വളരെ സ്റ്റേറ്റ്മെന്റ് ബേസ്ഡ് ക്വസ്റ്റൻ, വളരെ സിമ്പിൾ ക്വസ്റ്റൻ ആണ്. പക്ഷെ ഈ തരം ചോദ്യങ്ങൾ ഒരിക്കലും തെറ്റിക്കരുത്. നമ്മുടെ 2 മാർക്ക് എങ്ങനെ സെക്യൂർ ചെയ്യണമെന്നാണ് പറയുന്നത്. ഈസി ക്വസ്റ്റ്യൻസ് എങ്ങനെ തെറ്റിക്കാതെ ഇരിക്കുക. ഇവിടെ പറയുന്നത് ഇന്ത്യ ഡസ് നോട്ട് ഇമ്പോർട്ട് ആപ്പിൾസ് ഫ്രം ദി യുണൈറ്റഡ് സ്റ്റേറ്റ്സ് ഓഫ് അമേരിക്ക. ഇത് കേൾക്കുമ്പോൾ തന്നെ എന്തൊരു അബ്സേർഡ് സ്റ്റേറ്റ്മെന്റ് ആണ്. എങ്ങനെയാണ് എക്സാമിനറിന് തീർത്തും പറയാൻ പറ്റുന്നത് യുണൈറ്റഡ് സ്റ്റേറ്റ്സ് ഓഫ് അമേരിക്കയിൽ നിന്ന് നമ്മൾ ആപ്പിൾസേ ഇമ്പോർട്ട് ചെയ്യുന്നില്ല? ഇവിടെ ഒരു ശതമാനത്തിന്റെ കണക്ക് പോലും എക്സാമിനർ പറയുന്നില്ല. അപ്പൊ അത്രയ്ക്ക് ഒബ്വിയസ് ആയിട്ട് ഇത് തെറ്റിച്ചേക്കുവാണ്. അപ്പൊ നമുക്കറിയാം സ്റ്റേറ്റ്മെന്റ് 1 തെറ്റാണ്. അപ്പൊ സ്റ്റേറ്റ്മെന്റ് 1 തെറ്റാണെങ്കിൽ നമുക്ക് ഇത് നോക്കേണ്ട ആവശ്യമില്ല, ഇത് നോക്കേണ്ട ആവശ്യമില്ല, ഇതും നോക്കേണ്ട ആവശ്യമില്ല. ആകെ ഒരു ഓപ്ഷനേ ഉള്ളൂ. അപ്പൊ ഇൻഡയറക്ട്ലി സ്റ്റേറ്റ്മെന്റ് 2 വായിക്കാതെ പോലും ഞാൻ ഇത് ആണ് എന്ന് നമ്മൾ വരും. പക്ഷേ എക്സാമിനേഷൻ ഹാളിൽ അങ്ങനെ ചെയ്യരുത്. നമ്മൾ വേണമെങ്കിൽ നമ്മൾ ആ സ്റ്റേറ്റ്മെന്റ് 2 കൂടി ഒന്ന് വായിക്കുക, ഒന്ന് ഷുവർ ആക്കാൻ. ഇപ്പൊ പറയുന്നത് എന്താണ്? ഇൻ ഇന്ത്യ ദ ലോ പ്രൊഹിബിറ്റ്സ് ദ ഇമ്പോർട്ട് ഓഫ് ജനറ്റിക്കലി മോഡിഫൈഡ് ഫുഡ് വിത്തൗട്ട് ദി അപ്രൂവൽ ഓഫ് ദ കോമ്പറ്റീറ്റന്റ് അതോറിറ്റി. അല്ലെ, ഒരു കോമ്പീറ്റന്റ് അതോറിറ്റിയുടെ അധികാരമില്ലാതെ ജനറ്റിക്കലി മോഡിഫൈഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്? ജീൻ ഓൾട്ടറേഷൻ ഒക്കെ നടത്തി കൊണ്ടുവരുന്ന സാധനങ്ങളാണ്. അപ്പൊ അതെന്താണ്? അത് പ്രോപ്പർ ആയിട്ടുള്ള റെഗുലേഷൻ ഇല്ലെങ്കിൽ അത് പല ഡിസീസസും പല ഡെത്ത്സും കോസ് ചെയ്യാനുള്ള സാധ്യതയുണ്ട്. അപ്പൊ അത് റെഗുലേറ്റ് ചെയ്യേണ്ട ആവശ്യമുണ്ട്. അല്ലെ, നമുക്ക് ഇപ്പൊ ഡ്രഗ്സ് കൊണ്ടുവരാണ്, ഫാർമസ്യൂട്ടിക്കൽ മെഡിക്കൽസ്, അത് ഡ്രഗ് കോമ്പറ്റന്റ് അതോറിറ്റി ഉണ്ട്. അല്ലെ, ഒന്ന് ആലോചിക്കുക. അത് നിയന്ത്രിക്കാനും ഓവർഡോസ് ആണോ, ഇത് മാർക്കറ്റിൽ ഇറക്കാൻ പറ്റുമോ? അപ്പോൾ എന്തിനാണെങ്കിലും ഒരു കോമ്പറ്റന്റ് അതോറിറ്റി ഉണ്ടാവും. അപ്പൊ സ്റ്റേറ്റ്മെന്റ് 2 നമ്മൾ ആലോചിക്കുക. ഇറ്റ് സൗണ്ട്സ് വെരി ലോജിക്കൽ അല്ലെ? സോ അപ്പൊ ശരിയാണെന്ന് അറിയാം. അപ്പൊ എന്റെ ഓപ്ഷൻ ടി ആണെന്ന് നമുക്കറിയാം. ഓക്കെ ഓക്കെ നമുക്ക് ക്വസ്റ്റ്യൻ നമ്പർ 96 നോക്കാം. അവിടെ പറയുന്നത് 2 സ്റ്റേറ്റ്മെന്റ് ആണ്. യൂറോപ്യൻ പാർലമെന്റ് അപ്രൂവ്ഡ് ദ നെറ്റ് സീറോ ഇൻഡസ്ട്രി ആക്ട് റീസെന്റ്. സോ ഈ സ്റ്റേറ്റ്മെന്റ് കാണുമ്പോൾ തന്നെ എനിക്കറിയാം ഇപ്പൊ എക്സാമിനർ ഈ സ്റ്റേറ്റ്മെന്റ് പിക്ക് ചെയ്തേക്കുന്ന ഒരു ന്യൂസ് പേപ്പർ അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു ആർട്ടിക്കിളിൽ നിന്നാണ്. കാരണം റീസെന്റ് എന്നുള്ള വാക്ക് ഉപയോഗിക്കുന്നു. യൂറോപ്യൻ പാർലമെന്റ് ഒരു ഹെഡ്ലൈൻ ആയിട്ട് എനിക്ക് ഡെഫിനറ്റ്ലി തോന്നുന്നുണ്ട്. പക്ഷെ നമുക്ക് നോളജ് ഉണ്ട്. ആ നോളജ് വെച്ച് നമുക്കൊന്ന് വേണമെങ്കിൽ ചിന്തിക്കാം, ഒന്ന് ആലോചിക്കാം. യൂറോപ്യൻ പാർലമെന്റ് നെറ്റ് സീറോ എന്ന് പറയുമ്പോൾ എന്താണ്? വളരെയധികം പ്രോഗ്രസീവ് ആയിട്ടുള്ള കാര്യങ്ങളാണ്. അത് ഡെഫിനറ്റ്ലി എൻവയൺമെന്റ് സസ്റ്റൈനബിൾ ആയിട്ടുള്ള കാര്യങ്ങൾ നടക്കുന്നുണ്ട്. അപ്പൊ നമുക്കറിയാം യൂറോപ്പ് അധികം ട്രാൻസിഷൻ ചെയ്യാൻ ശ്രമിക്കുന്ന ഒരു കോണ്ടിനെന്റ് ആണെന്ന് നമുക്കറിയാം അല്ലെ? അപ്പോ ഇത് തെറ്റാവാനുള്ള സാധ്യതയുണ്ടോ? യൂറോപ്യൻ പാർലമെന്റ് ഡിഡ് നോട്ട് അപ്രൂവ് ദ നെറ്റ് സീറോ ഇൻഡസ്ട്രി ആക്ട് റീസെന്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഡസന്റ് സൗണ്ട് ഗുഡ് അല്ലെ? അപ്പൊ ഈ സ്റ്റേറ്റ്മെന്റ് ശരിയാണ്, എനിക്കിവിടെ ഡൗട്ട് അടിക്കേണ്ട ആവശ്യമില്ല. സെക്കൻഡ് സ്റ്റേറ്റ്മെന്റ് പറയുന്നത് യൂറോപ്യൻ യൂണിയൻ intends to achieve carbon neutrality by 2040. ഓക്കെ, 2040 കാർബൺ ന്യൂട്രാലിറ്റി എന്ന് പറയുമ്പോൾ 2040 എന്ന് പറയുമ്പോൾ അടുത്താണ്. കാർബൺ ന്യൂട്രാലിറ്റി എന്ന് പറയുമ്പോഴത്തേക്കും ഓക്കെ ഫൈൻ, സൗണ്ട്സ് ഓക്കെ. ബട്ട് എന്നാലും ആൻഡ് therefore aims to develop all of its clean technology by that time. സോ 2040 ആകുമ്പോഴത്തേക്കും യൂറോപ്പ് അവരുപയോഗിക്കുന്ന എല്ലാ ടെക്നോളജിയും ക്ലീൻ ആയിരിക്കും, പൊല്യൂഷൻ കോസ് ചെയ്യില്ല. അതെങ്ങനെ തീർത്തും പറയാൻ പറ്റും? ഓക്കെ, intends to achieve by 2040, it is not even achievable. ഓക്കെ, ആ ഡേറ്റോ ടൈമോ തെറ്റിക്കാനുള്ള സാധ്യതയുണ്ട്. പിന്നെ this sounds like it has been manipulated അല്ലെ? ആൻഡ് ഡെവലപ്പ് ഓൾ ഓഫ് ഇറ്റ്സ് ഓൺ ക്ലീൻ ടെക്നോളജി. ഓക്കെ, ഇപ്പൊ എന്തുകൊണ്ടാണ് ഞാനിത് തെറ്റാവാൻ സാധ്യത ഉണ്ടെന്ന് പറയുന്നത്? ഇങ്ങനെ UPSC പല സ്റ്റേറ്റ്മെന്റ്സും മുൻപ് തെറ്റിച്ചിട്ടുണ്ട് പല ക്വസ്റ്റ്യൻ പേപ്പേഴ്സിൽ. അപ്പൊ എനിക്കറിയാം എവിടെയാണ് അവർ മാനിപ്പുലേറ്റ് ചെയ്യാൻ സാധ്യതയുണ്ട്. അപ്പോൾ സ്റ്റേറ്റ്മെന്റ് 1 ശരിയാണ്, സ്റ്റേറ്റ്മെന്റ് 2 തെറ്റാണെന്ന് വിശ്വസിക്കുകയാണെങ്കിൽ നമുക്കറിയാം ദ ആൻസർ ഷുഡ് ബി സി. ഓക്കെ, അപ്പൊ നമുക്ക് മനസ്സിലാവണം ചില വാക്കുകൾ വാങ്ങിക്കുമ്പോൾ
പിന്നെ നമ്മുടെ നോളജും ലോജിക്കും കൂടെ ഒരുമിച്ച് അപ്ലൈ ചെയ്യുമ്പോൾ നമുക്കറിയാം എവിടെയാണ് അവർ തെറ്റിക്കുന്നത്, എവിടെ അവർ തെറ്റിക്കാൻ സാധ്യത കുറവാണ്. ഓക്കെ, ആ ഒരു വിശ്വാസത്തിലാണ് ഇപ്പോഴും എക്സാമിനേഷൻ ഹാളിൽ നമ്മൾ ഓപ്ഷൻ ചൂസ് ചെയ്യേണ്ടത്. ഓക്കെ, വെരി ഒരു ഇൻട്രസ്റ്റിംഗ് ക്വസ്റ്റ്യൻ ആണ് 97. ഓക്കെ, പലരും ഈ ക്വസ്റ്റ്യൻ തെറ്റിച്ചിട്ടുണ്ട്. പക്ഷെ എന്തുകൊണ്ടാണ് ഈ ക്വസ്റ്റ്യൻ തെറ്റിക്കാൻ കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് സ്റ്റേറ്റ്മെന്റ് ബേസ്ഡ് ക്വസ്റ്റ്യൻ ആണ്. ഇത് വേറെ രീതിയിലാണെങ്കിൽ ഇത് ആൾക്കാർ തെറ്റിക്കാൻ സാധ്യത കുറവാണ്. സി, ഇവിടെ പറയുന്നത് റീസെന്റ് വെനിസുല. അപ്പൊ എനിക്ക് ബേസിക് ഒരു കറണ്ട് അഫയേഴ്സ് നമ്മൾ വായിച്ചിട്ടുണ്ടെങ്കിൽ അറിയാം, വെനിസുല ഒരുപാട് എക്കണോമിക് ടെർമോയിൽ ഉള്ള ഒരു രാജ്യമാണ് അല്ലെ. ഹാസ് അച്ചീവ് റാപ്പിഡ് റിക്കവറി ഫ്രം ഇറ്റ്സ് എക്കണോമിക് ക്രൈസിസ് ആൻഡ് succeeded in preventing its people from fleeing or emigrating to other countries. ഇങ്ങനത്തെ ഒരു സ്റ്റേറ്റ്മെന്റ് എങ്ങനെ പറയാൻ പറ്റും? എക്കണോമിക് ക്രൈസിസ് ഉള്ള ഒരു രാജ്യം ഹാസ് അച്ചീവ് റാപ്പിഡ് ട്രാൻസ്ഫോർമേഷൻ ആൻഡ് സക്സീഡ് ചെയ്തു, മറ്റു രാജ്യത്തിലേക്ക് എമിഗ്രേറ്റ് ചെയ്യുന്നത് ആൾക്കാരെ പ്രിവെന്റ് ചെയ്യാൻ സക്സീഡ് ചെയ്തു. എങ്ങനെയാ സ്റ്റേറ്റ്മെന്റ് പറയാം? ഇറ്റ് സൗണ്ട്സ് വെരി അബ്സേർഡ്. പിന്നെ നമുക്കറിയാം വെനസ്വേലയുടെ ഒരു രീതികളൊക്കെ കണ്ടു കഴിഞ്ഞാൽ നമുക്കറിയാം, ന്യൂസ് പേപ്പറിൽ വായിക്കുമ്പോൾ വളരെയധികം സൗത്ത് അമേരിക്കൻ രാജ്യമാണ്, വളരെയധികം എക്കണോമിക് ക്രൈസിസ് ഫേസ് ചെയ്യുന്ന രാജ്യമാണ്. അപ്പൊ സെക്കൻഡ് സ്റ്റേറ്റ്മെന്റ് പറയുന്നത് വെനസ്വേല ഹാസ് ദ വേൾഡ്സ് ലാർജസ്റ്റ് ഓയിൽ റിസർവ്സ്. ഓക്കെ, അപ്പൊ നമ്മൾ പലരും ഇത് തെറ്റാന്ന് വിചാരിച്ചു, തെറ്റായിട്ട് എടുത്തു. പക്ഷെ എനിക്ക് ബേസിക് ആയിട്ട് നമുക്കൊന്ന് ആലോചിക്കാം. അപ്പൊ നമുക്കറിയാവുന്ന ഏറ്റവും കൂടുതൽ ഏതായിരിക്കും സാധ്യത? ചിലപ്പോൾ സൗദി അറേബ്യ ഉണ്ടാവാം, അല്ലെങ്കിൽ മിഡിൽ ഈസ്റ്റിലെ ഏതെങ്കിലും രാജ്യമായിരിക്കും നമ്മൾ വിചാരിക്കും. പക്ഷെ നമുക്കറിയാം, ഒരു ബേസിക് ഒരു കുറച്ച് കറണ്ട് അഫയർസ് അറിയാമെങ്കിൽ അറിയാം, വെനസ്വേലയ്ക്കും ഒരുപാട് ഓയിൽ റിസർവ്സ് ഉണ്ട്. പക്ഷെ അവരുടെ ഓയിൽ ലോ ഗ്രേഡ് ഓയിലാണ്. അതുകൊണ്ടാണ് മിക്ക രാജ്യങ്ങളും അവിടെ നിന്ന് പർച്ചേസ് ചെയ്യാത്തത്. പക്ഷെ അത് ലാർജസ്റ്റ് ആണോ ഇല്ലയോ നമുക്കറിയില്ല. പൊതുവെ UPSC അത് തെറ്റിക്കാറുണ്ട്. പക്ഷെ യു ഹാവ് എ ചോയ്സ് ടു മേക്ക് ബിറ്റ്വീൻ ദിസ് ടു. നമുക്കിതറിയാം, ദിസ് ഇസ് നോട്ട് പോസിബിൾ അല്ലെ. ദിസ് സൗണ്ട് റിയലി അബ്സർഡ്. അപ്പൊ ഞാനിത് തെറ്റായിട്ട് എടുക്കുവാണെങ്കിൽ യു ഓട്ടോമാറ്റിക്കലി ദർ ഇസ് ഓൺലി വൺ ഓപ്ഷൻ, ഡി അല്ലെ, വേറെ ഓപ്ഷൻ ഇല്ല. യു ഡോണ്ട് ഹാവ് ടു ചൂസ് ബിറ്റ്വീൻ സി ഓർ ഡി. ആൻസർ ഷുഡ് ബി ഡി ബിക്കോസ് സ്റ്റേറ്റ്മെന്റ് 1 ഇൻകറക്റ്റ് ആണ്. അപ്പൊ ചിലവര് സ്റ്റേറ്റ്മെന്റ് 2, അപ്പൊ യു ഹാവ് 50-50. ചിലവര് സ്റ്റേറ്റ്മെന്റ് 2 തെറ്റെടുത്തു. ബട്ട് ഞാൻ പറഞ്ഞില്ലേ, UPSC പൊതുവെ അവര് ചെയ്യുന്ന പാറ്റേണിൽ നിന്നൊന്ന് മാറി ചിന്തിച്ച് ഒരു ട്രാപ്പ് ക്വസ്റ്റ്യൻ പോലെയാണ് എനിക്കിത് ഫീൽ ചെയ്തത്. പക്ഷെ എന്നാൽ പോലും എക്സാമിനേഷനിൽ പ്രസൻസ് ഓഫ് മൈൻഡ് ഉണ്ടെങ്കിൽ ഈ ക്വസ്റ്റ്യൻ നമുക്ക് ശരിയാക്കാവുന്നുള്ളൂ. ബട്ട് ഇറ്റ്സ് ക്വൈറ്റ് ഡിഫിക്കൾട്ട്. ഐ വോണ്ട് ബ്ലെയിം യു ഇഫ് യു മേക്ക് ദിസ് ആൻസർ റോങ്. ഓക്കെ, ക്വസ്റ്റ്യൻ നമ്പർ 99. ഇവിടെ പറയുന്നത് പ്രധാനമന്ത്രി സുരക്ഷിത് മാതൃത്വ അഭിയാൻ, ഈ സ്കീമിനെ കുറിച്ചാണ് പറയുന്നത്. കൺസിഡർ ദ ഫോളോയിങ് സ്റ്റേറ്റ്മെന്റ്സ്. 2 സ്റ്റേറ്റ്മെന്റ് ഉണ്ട്. This scheme guarantees a minimum package of antenatal care services to women in their second and third trimesters of pregnancy and 6 months post-delivery healthcare service in any government health facility. Okay, fine. Under the scheme, private sector healthcare providers of certain specialties can volunteer to provide services at nearby government health facilities. അല്ലേ? സോ ഇവിടെ പറയുന്നത്, ഇപ്പൊ നമുക്ക് സെക്കൻഡ് സ്റ്റേറ്റ്മെന്റ് എടുക്കാം. ഈ സ്കീമിൽ പറയുന്ന പ്രൈവറ്റ് സെക്ടർ ഹെൽത്ത് കെയർ പ്രൊവൈഡേഴ്സിന് ചില സ്പെഷ്യാലിറ്റീസ് ഓഫ് സർട്ടൻ സ്പെഷ്യാലിറ്റീസ് ക്യാൻ വോളണ്ടിയർ ടു പ്രൊവൈഡ് സർവീസസ് അറ്റ് നിയർ ബൈ ഗവൺമെന്റ് ഹെൽത്ത് ഫെസിലിറ്റീസ്. വൈ നോട്ട്? നമ്മൾ ചോദിക്കുക വൈ നോട്ട്. അപ്പോൾ ഗവൺമെന്റേതായ ഒരു സ്കീം പ്രൊമോട്ട് ചെയ്യുന്നു. അപ്പൊ അവിടെ നിന്ന് പ്രൈവറ്റ് കോർപ്പറേഷൻ എൻഹാൻസ് ചെയ്യാനും അതായത് പാർട്ടിസിപ്പേറ്റ് ചെയ്യാൻ വേണ്ടിയാണ് ഗവൺമെന്റ് എപ്പോഴും നിൽക്കുള്ളൂ. അപ്പൊ ഈ സ്റ്റേറ്റ്മെന്റ് അണ്ടർ ദ സ്കീം പ്രൈവറ്റ് സെക്ടർ ഹെൽത്ത് കെയർ വോളണ്ടിയേഴ്സ് ഓഫ് സർട്ടൻ സ്പെഷ്യാലിറ്റീസ് കനോട്ട് വോളണ്ടിയർ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇറ്റ് സൗണ്ട്സ് അബ്സർഡ്. വൈ നോട്ട്? ദ ഗവൺമെന്റ് വിൽ ഡു ദാറ്റ് അല്ലെ. സ്റ്റേറ്റ്മെന്റ് 2 സൗണ്ട്സ് ട്രൂ. സ്റ്റേറ്റ്മെന്റ് 2 ഉള്ള ഓപ്ഷൻ ആണ് ഐദർ ബി ഓർ സി. പിന്നെ നമ്മൾ ചിന്തിക്കുക, ഇവിടെ ഫസ്റ്റ് സ്റ്റേറ്റ്മെന്റ് പറഞ്ഞത് സ്കീം ഗ്യാരണ്ടീസ് മിനിമം പാക്കേജ് എന്നാണ് പറയുന്നത്. മിനിമം എന്ന് അർത്ഥം എന്താണ്? ബെയർ മിനിമം അല്ലെ, ഏറ്റവും കുറഞ്ഞത്. Of antenatal care services to women in the second and third trimesters of pregnancy. Okay. And 6 months. അത് കഴിഞ്ഞിട്ടും 6 months കുട്ടി പ്രസവിച്ച ശേഷം പോസ്റ്റ് ഡെലിവറി ഹെൽത്ത് കെയർ സർവീസ്, അതും ഇൻ എനി ഗവൺമെന്റ് ഹെൽത്ത് ഫെസിലിറ്റി. അപ്പൊ നിങ്ങൾ അവിടെ ചെക്ക് ചെയ്യുക. അവിടെ എക്സാമിനർ എനി എന്നുള്ള വാക്ക് ഉപയോഗിക്കുകയാണ്, ഗവൺമെന്റ് ഹെൽത്ത് ഫെസിലിറ്റി. അപ്പൊ അതിന്റെ അർത്ഥം എന്താണ്? ഏതെങ്കിലും ഒരു ആക്ടില് ഇൻ എനി ഗവൺമെന്റ് ഹെൽത്ത് ഫെസിലിറ്റി എന്ന് കൊടുക്കുക ഇല്ല. ഹെൽത്ത് കെയർ സർവീസസ് ഇൻ ഓൾ ഗവൺമെന്റ് ഹെൽത്ത് ഫെസിലിറ്റീസ് എന്നാണ് പറയുള്ളൂ. അപ്പൊ എനി എന്ന് അറിയുവാണെങ്കിൽ അതിന്റെ അർത്ഥം അവിടെ ഒരു സ്പെസിഫിക്കേഷൻ ഉണ്ട്. ചെയ്യാൻ പറ്റുന്നതും ചെയ്യാൻ പറ്റാത്തതുമായ ഹോസ്പിറ്റൽസ് ഫെസിലിറ്റീസ് ഉണ്ട്. അപ്പൊ അത് മാനിപ്പുലേറ്റ് ചെയ്തേക്കാണ്. അതുപോലെ തന്നെ മിനിമം ആണെങ്കിൽ അതായത് ഇത് സൗണ്ട്സ് അബ്സർഡ് അല്ലെ. പോസ്റ്റ് ഡെലിവറി കഴിഞ്ഞിട്ട് പോലും 6 months കൊടുക്കുക. ഓക്കെ, ഇറ്റ് സൗണ്ട്സ് അബ്സർഡ്. സോ എനിക്ക് തോന്നുന്നു, എനിക്കറിയില്ല ഇതിൽ ഏതാ തെറ്റിച്ചേക്കുന്നത്, ബട്ട് ഐ നോ ദിസ് ഹാസ് ബീൻ മാനിപ്പുലേറ്റഡ്. അവർ തെറ്റിച്ചിട്ടുണ്ടെന്ന് അറിയാം. സോ ഐ എം ലെറ്റ് ടു ബിലീവ്. ഞാൻ ഒരിക്കലും ഇവിടെ സി കുത്തില്ല. കാരണം എന്തുകൊണ്ടാണ്?
I am believing that one has been manipulated, so I go for B. Okay. അപ്പൊ ഇങ്ങനെയാണ് നമ്മുടെ ആ ഗട്ട്, ഞാൻ പറഞ്ഞില്ലേ ഗട്ട് ഇൻസ്റ്റിങ്ക്റ്റിന് ട്രസ്റ്റ് ചെയ്യുക. എവിടെയാണ് തെറ്റിക്കാൻ സാധ്യത, നമ്മൾ എല്ലാ വേർഡും പിക്ക് ചെയ്ത് കീവേഡ് ചൂസ് ചെയ്ത് നമ്മൾ നോക്കുക. ഓക്കെ ഓക്കെ ക്വസ്റ്റ്യൻ നമ്പർ 100 ഇവിടെ പറയുന്നത് പ്രധാനമന്ത്രി ശ്രം യോഗി മാൻധൻ യോജന ഒരു സ്കീമിനെ കുറിച്ചാണ് പറയുന്നത്. ഓക്കെ, ഓപ്ഷൻസ് ഞാൻ നോക്കും. 4 സ്റ്റേറ്റ്മെന്റ്സ് ഉണ്ട്. 1, 2, 3, 4 ഇല്ല. അതിന്റെ അർത്ഥം എന്താണ്? മാക്സിമം 1 സ്റ്റേറ്റ്മെന്റ്, മാക്സിമം 3 സ്റ്റേറ്റ്മെന്റ്സ് തെറ്റാം, മിനിമം അറ്റ്ലീസ്റ്റ് 1 സ്റ്റേറ്റ്മെന്റ് തെറ്റാണ്. മിനിമം 1 സ്റ്റേറ്റ്മെന്റ്. അപ്പൊ ഇതിൽ ഏതാണ് ശരിയാവാൻ സാധ്യതയുള്ളത്? അപ്പൊ ഇവിടെ പറയുന്ന എൻട്രി ഗ്രൂപ്പ് ഫോർ എൻറോൾമെന്റ് ഇൻ സ്കീം ഇസ് 21 to 40 years. ഒരു ഡാറ്റ ഫാക്ട് ആണ്, അത് തെറ്റിക്കാം. പക്ഷെ എനിക്കറിയില്ല. ഏജ് സ്പെസിഫിക് കോൺട്രിബ്യൂഷൻ ഷാൽ ബി മെയ്ഡ് ബൈ ദ ബെനിഫിഷ്യറി. ഏജ് സ്പെസിഫിക് കോൺട്രിബ്യൂഷൻ ഷാൽ നോട്ട് ബി മെയ്ഡ് ബൈ ദ ബെനിഫിഷ്യറി. ഡസ് ദാറ്റ് സൗണ്ട് ഓക്കെ? നമ്മൾ തന്നെ ആലോചിക്കുക, അങ്ങനെയാണോ, ഓക്കെ ആണോ? ബട്ട് ഐ ഡോണ്ട് നോ. Each subscriber under the scheme shall receive a minimum pension of 3,000 per month after attaining the age of 60 years. ഓക്കെ, സോ നമ്മൾ ഇത് ആലോചിക്കുക, നമ്മുടെ വീടുകളിലൊക്കെ പെൻഷൻ കിട്ടുന്നതാണ് അല്ലെ, നമ്മുടെ ഇതിന്റെ സ്കീമിന്റെ അടിയിൽ പെൻഷൻ കിട്ടുന്നതാണ്. അപ്പൊ നമ്മൾ ആലോചിക്കുക 3,000 rupees per month after attaining the age of 60 years. Does that sound absurd? Okay, അറിയില്ല, ഡൗട്ട് ആണെന്ന് വിചാരിക്കുക. മേ ബി ഇറ്റ് ക്യാൻ ബി റോങ്. ഫാമിലി പെൻഷൻ ഇസ് ആപ്ലിക്കബിൾ ടു ദ സ്പൗസ് ആൻഡ് അൺമാരിഡ് ഡോട്ടേഴ്സ്. അതും അൺമാരിഡ് ഡോട്ടേഴ്സ്. ഡു യു തിങ്ക് ദാറ്റ് ഇസ് റൈറ്റ്? അൺമാരിഡ് ഡോട്ടേഴ്സിനും പെൻഷൻ കിട്ടും, സ്പൗസിനും കിട്ടും? ഇല്ല. അതായത് ഇപ്പൊ ഒരാള് മരിച്ചു പോയി കഴിഞ്ഞാൽ ചിലപ്പോൾ സ്പൗസിന് കിട്ടാൻ സാധ്യതയുണ്ട്, പക്ഷെ എന്നാൽ പോലും ദാറ്റ് സൗണ്ട്സ് വെരി അപ്സെറ്റ്. അപ്പൊ 4 തെറ്റാണ് എന്നൊരു ഡൗട്ട് എനിക്കുണ്ട്. ഓക്കെ, ഐ ബിലീവ് 4 ഇസ് റോങ് ആൻഡ് ഐ ബിലീവ് 2 ഈസ് ദി മോസ്റ്റ് അപ്രോപ്രിയേറ്റ് ആൻസർ among 1, 3 and 4 അല്ലെ. 2 ശരിയാണെന്ന് ഞാൻ ഓൾറെഡി എസ്റ്റാബ്ലിഷ് ചെയ്തു. അപ്പൊ 2 ഉള്ള ഒരു ഓപ്ഷൻ ആണെങ്കിൽ നമുക്ക് അറിയാം എ ഇല്ല. പിന്നെ ഞാൻ എസ്റ്റാബ്ലിഷ് ചെയ്തേക്കുന്നത് എന്താണ്? 4 തെറ്റാവാൻ സാധ്യത വളരെ ഹൈ ആണ്. അപ്പൊ 4 ഉള്ള ഓപ്ഷനും കൂടെ പോയി. ഓക്കെ, പിന്നെ 2 and 3 2 ഓൺലി. അപ്പൊ 2 ശരിയാണെന്ന് നമുക്ക് ഓൾറെഡി എസ്റ്റാബ്ലിഷ് ചെയ്തു. പിന്നെ 3 2 ആയിട്ട് യു ഹാവ് ടു മേക്ക് എ ചോയ്സ്. നമുക്ക് ബേസിക് ആയിട്ട് നോളജ് ഉണ്ട്. ദിസ് ഡസൻ സൗണ്ട് അബ്സർഡ്. നമ്മൾ പൊതുവെ പെൻഷൻ ഒക്കെ കൊടുക്കുന്നത് കണ്ടിട്ടുണ്ട് എന്നുള്ള ഒരു അടിസ്ഥാനത്തിലാണ് നമ്മൾ ബി ചൂസ് ചെയ്യുന്നത്. ഓക്കെ, സോ ഞാൻ പറഞ്ഞില്ലേ ഡാറ്റ ഫാക്ട് കണ്ടു അപ്പൊ തന്നെ തെറ്റായിട്ട് എടുക്കരുത്. ലൈക്ക് ദിസ്, you have to make a choice. You read it and you think, okay, 21 to 40 years, ഇവിടെ 60 years പറയുന്നു, ഇവിടെ 40 പറയുന്നു, ഇവിടെ 60 പറയുന്നു. പ്രധാനമന്ത്രി ശ്രം യോഗി മാൻധൻ യോജന, ഓക്കെ, ഫാമിലി പെൻഷന്റെ കാര്യം പറയുന്നു. അപ്പൊ നമ്മൾ ആലോചിക്കുക, അപ്പൊ ഇവിടെ 40, ഇവിടെ 60, ഓക്കെ, ഇവിടെ ഏതോ ആണ് ശരി, ഇതിലെ ഏതോ ആണ് ശരി. അപ്പൊ ഏതായിരിക്കും ശരിയാവാൻ സാധ്യത കൂടുതൽ? നമ്മളെ തന്നെ വഴികാട്ടി ഉത്തരം 3 ആണെന്ന് പറയുന്നു. അപ്പൊ യു ഗോ ഫോർ 3. ഓക്കെ.